തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിൽ ഉണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. അപ്പോൾ കുമാരനാശൻ്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ വരികളാണ്. വരികൾ തന്നിട്ട് കവി ആരാണ്, അതുപോലെ ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വരികളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ആരെഴുതിയതാണെന്ന്, ഏത് കൃതിയിലെ വരികളാണ് എന്നും ഓർത്തിരിക്കുക. അപ്പം ഇതിലെന്താണ്, കുമാരനാശാൻ ജാതി വ്യവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. തൊട്ടുകൂടായ്മയെ പറ്റിയുമൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ഈ വരികളിൽ പറയുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് നവോത്ഥാനമാണ് പഠിക്കാനുള്ളത്. ആദ്യത്തെ നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എവിടെയാണ്? വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് കന്യാകുമാരി ജില്ലയിലെ സ്വാമിത്തോപ്പ് അല്ലെങ്കിൽ ശാസ്താംകോയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശാസ്താംകോയിൽ അല്ലെങ്കിൽ സ്വാമിത്തോപ്പ്, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് PSC. അപ്പം കന്യാകുമാരി ജില്ലയിലാണ് ജനിക്കുന്നത്, ശാസ്താംകോയിലാണ് ജനിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. മേൽമുണ്ട് ധരിക്കുന്നതിനെതിരെയും അതുപോലെ ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. മേൽമുണ്ട് ധരിക്കലുമായി ബന്ധപ്പെട്ട ലഹളയാണ് ചാന്നാർ ലഹള. സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു ചാന്നാർ ലഹള. അപ്പോൾ ഈ ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ്? 1859 എന്ന് പഠിച്ചു വെക്കുക. 1812 മുതൽ 1859 വരെ നീണ്ടു നിന്ന സമരമാണ് ചാന്നാർ ലഹള. അപ്പോൾ 1859 എന്ന് പഠിച്ചു വെക്കുക. 1859 ജൂലൈ 26 ഉത്രം തിരുനാളാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകുന്നത്. അടുത്തത് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്, അതുപോലെ വൈകുണ്ഠസ്വാമികളുടെ സംഘടന ഏതാണ്? സമത്വ സമാജമാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞത് വൈകുണ്ഠസ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺ നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് അഖിലത്തിരട്ട്, അരുൾനൂൽ. ഇത് SCRT ചാപ്റ്ററിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്താഞ്ഞത്. പക്ഷെ പ്രധാനപ്പെട്ട കൃതികളാണ്, ചോദിക്കാറുള്ളതാണ്. അഖിലത്തിരട്ട്, അരുൾനൂൽ, ഇത് രണ്ടും പ്രധാന കൃതികളാണ്. അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ്. യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ എന്തിനു വേണ്ടിയൊക്കെയാണ് വാദിച്ചത്? അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന്. അതുപോലെ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തിയതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. സമൂഹത്തിൽ നിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തു. സമൂഹത്തിൽ നിലനിന്നിരുന്ന ബ്രാഹ്മണ മേധാവിത്വത്തെ എതിർത്തതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ സമാധിയായത് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? ആദ്യത്തെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ കോഴ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ ചില കോഴ്സാണ്, ചോദിക്കുന്നതാണ്. അപ്പോൾ
അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. SCERT പുസ്തകത്തിലുള്ളത് തന്നെയാണ്. നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ പറ്റി നോക്കാം. ആലുവയിലെ സർവമത സമ്മേളനത്തിൽ ഗുരു എഴുതി വെച്ച വാക്കുകളാണ്: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനമെന്ന്. അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനമെന്ന് ഗുരു എഴുതി വെച്ചത് എവിടെയാണ്? ആലുവയിലെ സർവമത സമ്മേളനത്തിലാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിച്ചത് എന്നാണ്? ഏത് വർഷമാണ്? 1903 SNDP രൂപീകരിച്ചത് 1903. ഗുരു ജനിച്ചത് എവിടെയാണ്? ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവശതകം ഇതൊക്കെ ആരുടെ പ്രധാന കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾ നമുക്ക് നോക്കാം. ചോദിക്കാറുണ്ട്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? അരുവിപ്പുറത്താണ്. ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് അരുവിപ്പുറത്താണ്. ദീപപ്രതിഷ്ഠ നടത്തിയത് കാരമുക്കിലാണ്. ദീപപ്രതിഷ്ഠ കാരമുക്കിലാണ്. ശാരദാ പ്രതിഷ്ഠ നടത്തിയത് ശിവഗിരിയിലാണ്. ശാശ വെച്ച് ഓർത്താൽ മതി. ശാരദാ പ്രതിഷ്ഠ ശിവഗിരി. ഇനി ഗുരുവിൻ്റെ അവസാന പ്രതിഷ്ഠയായ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോടാണ്. കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് കളവൻകോട് ക്ഷേത്രത്തിലാണ്. ഗുരു അവസാനമായിട്ട് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? കളവൻകോടാണ്. അതാണ് കണ്ണാടി പ്രതിഷ്ഠ. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതാരുടെ വാക്കുകളാണ്? ഗുരുവിൻ്റെ വാക്കുകളാണ്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. അടുത്തതായി നമുക്ക് അയ്യങ്കാളിയെ പറ്റി പഠിക്കാം. അപ്പം നമ്മൾ മെയിനായിട്ട് ഉള്ള 3 പേരെ പഠിച്ചു. വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുടെ ജനനം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ്. അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം ആരുടെ സംഘടനയാണ്? അയ്യങ്കാളിയുടെ സംഘടനയാണ്. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1907 രൂപീകരിക്കുന്നത്. ഇതിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. ഇനി സാധുജന പരിപാലന സംഘം പിന്നീട് പുലയ മഹാസഭയായി മാറുന്നു. സാധുജന പരിപാലന സംഘം പുലയ മഹാസഭയായി മാറുന്ന വർഷം 1938. ഇനി സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവർണ ജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇതാണ് ലക്ഷ്യങ്ങൾ. സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അവർണ ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. സഞ്ചാര സ്വാതന്ത്ര്യം, സ്കൂൾ പ്രവേശനം, കൂലി വർധന. ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കുമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അധസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചപ്പോൾ നടത്തിയ പ്രഖ്യാപനമാണ് ഇത്. ഇനി അയ്യങ്കാളി നേതൃത്വം നൽകിയ സമരങ്ങളാണ് വില്ലുവണ്ടി യാത്ര, കല്ലുമാല സമരം. വില്ലുവണ്ടി യാത്ര നടത്തുന്ന 1893. കല്ലുമാല സമരം നടക്കുന്നത് 1915. പെരിനാട് ലഹള എന്നും കല്ലുമാല സമരം അറിയപ്പെടുന്നുണ്ട്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ഏത് വർഷമാണ്? അയ്യങ്കാളി
ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911-ലാണ്. 1911-ലാണ് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി അംഗമാകുന്നത്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്. ഇതൊക്കെ പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയാണ്. സമ്പന്നർ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാകുകയുള്ളൂ. സാമൂഹികമായ പിന്നാക്ക അവസ്ഥ പരിഹരിക്കാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം. ഇതെല്ലാം വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വാക്കുകളാണിത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിച്ചു. അപ്പം വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്തിനു വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചാൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെയും പ്രോത്സാഹിപ്പിച്ചു. വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിച്ചു. അപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പരിപോഷിപ്പിക്കുകയും മാത്രമല്ല ചെയ്തത്, ശാസ്ത്രം, കല എന്നീ വിഷയങ്ങളിലൂന്നിയ പഠനത്തെ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംഘടനകളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ മാസികകളാണ് അൽ ഇസ്ലാം, മുസ്ലിമൊക്കെ. അൽ ഇസ്ലാം, മുസ്ലിമൊക്കെ ആരുടെ മാസികകളാണെന്ന് ചോദിച്ചാൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികകളാണ് അൽ ഇസ്ലാം, മുസ്ലിം. ഇദ്ദേഹത്തിൻ്റെ പത്രമാണ് സ്വദേശാഭിമാനി. 1905 സ്വദേശാഭിമാനി ആരംഭിക്കുന്നത്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. അടുത്തതായി നോക്കാൻ പോകുന്നത് പൊയ്കേൽ ശ്രീ കുമാര ഗുരുദേവനെ പറ്റിയാണ്. പൊയ്കേൽ അപ്പച്ചൻ എന്നും പൊയ്കേൽ യോഹന്നാൻ എന്നുമൊക്കെ ശ്രീ കുമാര ഗുരുദേവൻ അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം ജനിക്കുന്നത് തിരുവല്ലയിലാണ്. തിരുവല്ലയിലെ ഇരവിപേരൂർ എന്ന സ്ഥലത്താണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഇരവിപേരൂർ. ഇദ്ദേഹത്തിൻ്റെ സംഘടനയാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921-ലും 1931-ലുമാണ്. 2 പ്രാവശ്യം അംഗമായിട്ടുണ്ട്. ഇത് ചോദിച്ചിട്ടുള്ള 1921-ലും 1931-ലും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ചോദിച്ചത്. 2023-ൽ ചോദിച്ചതാണ്. 1921-ലും 1931-ലും എന്താണ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ടുണ്ട്. 1-ാം ലോക യുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയതാരാണ്? ശ്രീ പൊയ്കേൽ യോഹന്നാനാണ്. എവിടെ മുതൽ എവിടം വരെയാണ്? മാരംകുളം മുതൽ കുളത്തൂർക്കുന്ന് വരെയാണ് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത്. ഇദ്ദേഹത്തെ പറ്റി SCERT പുസ്തകത്തിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. കൂടുതൽ ഫാക്ട്സ് PSC ചോദിക്കാറുണ്ട്. അത് വഴിയെ ഞാൻ അതിൻ്റെ പ്രീവിയസ് ചർച്ച ചെയ്യുമ്പോൾ പറയാം. അടുത്തതായിട്ട് വാഗ്ഭടാനന്ദനാണ്. അദ്ദേഹത്തിൻ്റെ സംഘടന ആത്മവിദ്യാ സംഘമാണ്. ഇത്ര മാത്രമേ SCERTയിൽ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആത്മവിദ്യാ സംഘമാണ്. അടുത്തതായിട്ട് SCERTയിൽ പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾ നടത്തിയ സമരങ്ങളാണ്. തോൽവിറക് സമരം, മേച്ചിൽ പുല്ല് സമരമൊക്കെ. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയത് PC കാർത്യായനി അമ്മയാണ്. തോൽവിറക് സമരത്തിന് നേതൃത്വം നൽകിയത് PC കാർത്യായനി അമ്മയാണ്. മേച്ചിൽ പുല്ല് സമരത്തിന് നേതൃത്വം നൽകുന്നത് കണ്ടകൈ കുഞ്ഞാക്കമ്മയുമാണ്. തോൽവിറക് സമരം നടക്കുന്നത് എവിടെയാണ്? ചീമേനിയിലാണ്. ചീമേനി കാസർഗോഡ് ജില്ലയിലാണ്. അതുപോലെ മേച്ചിൽ പുല്ല് സമരം നടക്കുന്നത് കണ്ടകയിലാണ്.
കണ്ടകൈ കണ്ണൂർ ജില്ലയിലുമാണ്. യൂറോപ്യന്മാരുടെ ആഗമനം. 1498 കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത് കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. നമ്മൾ പഠിച്ചിരുന്നു 1498 മെയ് 20-നാണ് വാസ്കോഡ ഗാമ കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് കടൽ തീരത്ത് എത്തുന്നത്. ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് KM പണിക്കർ വിളിച്ച ഇത് ഏകദേശം 5 നൂറ്റാണ്ടോളം നീണ്ടുനിന്ന യൂറോപ്യൻ ആധിപത്യ യുഗത്തിന് തുടക്കം കുറിച്ചു. അപ്പം വാസ്കോഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞത് ആരാണ്? KM പണിക്കരാണ്. ഇത് 5 നൂറ്റാണ്ടോളം നീണ്ടു നിന്നു. ഈ യൂറോപ്യൻ ആധിപത്യം 5 നൂറ്റാണ്ടോളം നീണ്ടു നിന്നു. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചെന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അപ്പം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ മുനമ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. യൂറോപ്യൻ ശക്തികളൊക്കെയും ഏഷ്യയിലേക്ക് കടന്നിരുന്നത് ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ്. പോർച്ചുഗീസുകാർ മലബാർ വ്യാപാരത്തിൽ അറബികൾക്ക് ഉണ്ടായിരുന്ന കുത്തക നശിപ്പിക്കുകയും കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക സ്വന്തമാക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കറിയാം അവരിവിടെ വരുമ്പോൾ, പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അറബികളും ചൈനക്കാരുമായിരുന്നു ഇവിടെ വ്യാപാരം നടത്തിയിരുന്നത്. ആദ്യമായിട്ട് വരുന്നത് അറബികളാണ്, പിന്നീട് ചൈനക്കാർ വരുന്നു. അപ്പോൾ അവരായിരുന്നു ഇവിടുത്തെ വ്യാപാര കുത്തക അവർക്കായിരുന്നു. പക്ഷേ ഈ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി അറബികൾക്കുള്ള ഈ വ്യാപാര കുത്തക, മലബാറിൽ ഉണ്ടായിരുന്ന വ്യാപാര കുത്തക കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയതിലൂടെ പോർച്ചുഗീസുകാരെ ഇല്ലാതാക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക അവർ സ്വന്തമാക്കുകയും ചെയ്തു. എന്താണ് കാർട്ടസ് വ്യവസ്ഥ? അത് SCERT പാഠഭാഗത്തിൽ പ്രത്യേകം എടുത്ത് ഒരു കോളത്തിൽ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരുടെ കാർട്ടസ് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ്സാണ് കാർട്ടസ് എന്ന് പറയുന്നത്. ഒരു പാസ്സാണ്. ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി സ്വന്തമാക്കണമായിരുന്നു. ഇതാണ് കാർട്ടസ് എന്ന് പറയുന്നത്. കാർട്ടസിൽ കപ്പലിൻ്റെ വലുപ്പം, കപ്പിത്താൻ്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ, ചരക്കിൻ്റെ വിവരങ്ങൾ, എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു. കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയോ കപ്പലുകളിൽ അടിമകളാക്കുകയോ ചെയ്തിരുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? കാർട്ടസ് നൽകിയെങ്കിൽ മാത്രമേ, ഒരു നിശ്ചിത തുക, അതാണ് കാർട്ടസ് എന്ന് പറഞ്ഞത്, അത് നൽകിയെങ്കിൽ മാത്രമേ എന്താണ് ഏഷ്യൻ വ്യാപാര കപ്പലുകളും അവരുടെ ചരക്കുകളുമൊക്കെ കടത്തുന്നതിന് പോർച്ചുഗീസുകാർ അനുമതി നൽകുമായിരുന്നുള്ളൂ. അപ്പോൾ കാർട്ടസ് വഴി എന്താണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര കുത്തക ഇവർ സ്വന്തമാക്കി, പോർച്ചുഗീസുകാരെ സ്വന്തമാക്കി. അവർ കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിലെ ഭരണാധികാരികളുമായി വ്യാപാര ഉടമ്പടികളിൽ ഏർപ്പെടുകയും 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഡച്ചുകാർ ശക്തരായി മാറുന്നതുവരെ പൗരസ്ത്യ വ്യാപാരം കുത്തകയായി വയ്ക്കുകയും ചെയ്തു. 1604 ഒരു ഡച്ച് കപ്പൽപ്പട കോഴിക്കോട് എത്തിച്ചേരുകയും സാമൂതിരിയുമായി കരാറിൽ ഏർപ്പെടുകയും കോഴിക്കോട് തുറമുഖത്ത് ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം പോർച്ചുഗീസുകാരുടെ കാലം കഴിഞ്ഞു, ഇനി ഡച്ചുകാർ വന്നു. അപ്പോഴെന്താണ്, പോർച്ചുഗീസിൻ്റെ ശക്തി കുറഞ്ഞു. ഡച്ചുകാർ മധ്യ കേരളത്തിലെ പുറക്കാട്, കായംകുളം എന്നിവിടങ്ങളിലെ മുഖ്യന്മാരുമായി കരാറിൽ ഏർപ്പെടുകയും പ്രധാനമായും കുരുമുളകും ഇഞ്ചിയും ശേഖരിക്കുകയും ചെയ്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി കൊല്ലത്ത് അവർ വ്യാപാര കുത്തക സ്ഥാപിച്ചു. കന്യാകുമാരിയിലെ കുളച്ചലിലും ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ചു. പിന്നീട് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ഇവിടം കോട്ട കെട്ടി സംരക്ഷിക്കുകയും ചെയ്തു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു. അപ്പം മാർത്താണ്ഡവർമ്മ കോട്ട കെട്ടി എന്താണ് ഈ കുളച്ചൽ സംരക്ഷിക്കുന്നു. ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ 1741 കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് ഇടയാക്കി. അങ്ങനെ ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ്
പ്രദേശത്ത് എന്താണ് ഡച്ചുകാരുടെ ശക്തി ക്ഷയിക്കുകയാണ് കുളച്ചൽ യുദ്ധത്തോടെ, മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധത്തോടെ. ഞാൻ പറഞ്ഞിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് മാർത്താണ്ഡവർമ്മയെ സഹായിക്കുന്നത്. നമുക്ക് ബാക്കി നോക്കുന്നതിന് മുന്നേ കുഞ്ഞാലി മരക്കാർമാർ, അതുപോലെ ആറ്റിങ്ങൽ കലാപം, പിന്നെ കുളച്ചൽ യുദ്ധം, ഇത് മൂന്നും SCERT പാഠഭാഗത്തിൽ 3 കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ 10ലൊക്കെ എന്താണ് കുളച്ചൽ യുദ്ധം പഠിച്ചു, അതുപോലെ കുഞ്ഞാലി മരക്കാർമാർ ആരാണെന്ന് പഠിച്ചു 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ. ഇനി +2ൻ്റെ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കണം. കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു മരക്കാർമാർ. അവർ പോർച്ചുഗീസുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറകൾ സ്വീകരിച്ചു. അപ്പോൾ കുഞ്ഞാലി മരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറകൾ എന്തായിരുന്നു? ഗറില്ല യുദ്ധമുറകളായിരുന്നു, ഒളിപ്പോരായിരുന്നു. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4 എന്നിങ്ങനെ 4 കുഞ്ഞാലിമാർ ഉണ്ടായിരുന്നു. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ കുഞ്ഞാലി 4 എന്നാൽ അദ്ദേഹത്തെ പിടികൂടി തടവിലാക്കുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു. 1600 ഗോവയിൽ വെച്ച് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പക്ഷേ 10ലെ പുസ്തകത്തിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഇതിനകത്ത് കുഞ്ഞാലി 4 പറ്റി പറയുന്നു. 10ലെ പുസ്തകത്തിൽ കുഞ്ഞാലി 3 പറ്റിയാണ് പറയുന്നത്. ചാലിയങ്കോട്ട തിരിച്ചു പിടിക്കാൻ വേണ്ടി സഹായിച്ചത് കുഞ്ഞാലി 3 എന്നാണ് അതിൽ പറയുന്നത്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് പോയി കാണണം. പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. SCERT പാഠഭാഗങ്ങൾ പാർട്ട് 2 ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. അപ്പം ചോദിച്ചിട്ടുള്ളതാണ്, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആറ്റിങ്ങൽ കലാപമാണ്. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പണ്ടകശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ ആറ്റിങ്ങൽ കലാപം എന്താണ് എന്നാണ് പറയുന്നത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ബ്രിട്ടീഷുകാരുടെ പണ്ടകശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും അതുപോലെ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ആറ്റിങ്ങൽ കലാപം. ഇതിന് വഴിവെച്ച കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളും അതുപോലെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വേണ്ടി വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15 140 സൈനികരുടെ അകമ്പടിയോടുകൂടി നേരിട്ട് ഇത് റാണിക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഇതാണ് ജനങ്ങളുടെ അമർഷത്തിന് ഉള്ള കാരണം, പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് നടക്കുന്നത് 1721 ഏപ്രിൽ 15 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള കുളച്ചൽ യുദ്ധത്തെ പറ്റിയാണ്. അപ്പോൾ അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കോളത്തിൽ കൊടുത്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇനി നോക്കുന്നത്. കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കിപ്പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചിലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചിലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. അപ്പം ഞാനാണെങ്കിൽ കുളച്ചൽ യുദ്ധം എന്താണെന്ന് പറഞ്ഞു. ഡേറ്റ് ഞാൻ പറഞ്ഞിരുന്നില്ല, വർഷം പറഞ്ഞിരുന്നു 1741. 10 വർഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ +2 പുസ്തകത്തിൽ എന്താണ് ഡേറ്റ് സഹിതമുണ്ട്. 1741 ഓഗസ്റ്റ് 10 അത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പം കുളച്ചിൽ വെച്ച് ഏറ്റുമുട്ടുകയും ഡച്ചുകാർ അതിൽ പരാജയപ്പെടുകയും ചെയ്തു. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു.
ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്തു. അപ്പം ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ക്യാപ്റ്റൻ ഡിലനോയ് എന്താണ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിൻ്റെ വലിയ കപ്പിത്താനായി മാറുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാരുടെ ശക്തി കുറയുമ്പോൾ ആര് വരണം? ഏതെങ്കിലും ഒരു ശക്തി വരണ്ടേ? ഇംഗ്ലീഷുകാർ. 17-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേരുകയും അതിൻ പ്രകാരം മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു. അവർ ആദ്യമായി കൊച്ചിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്തു. കൂടാതെ വേണാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പണ്ടകശാല സ്ഥാപിക്കാൻ അനുവാദം വാങ്ങുകയും ചെയ്തു. ആറ്റിങ്ങൽ, അഞ്ചുതെങ്ങ്, തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പണ്ടകശാലകൾ സ്ഥാപിച്ചു. അപ്പം ഇംഗ്ലീഷുകാർ കേരളത്തിൽ എത്തിച്ചേർന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി കുരുമുളകിലും മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങളിലും മാത്രമല്ല, തെക്കേ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് തീരങ്ങളിൽ നിന്നും അടിമകളെ കയറ്റുമതി ചെയ്യുന്നതിന് താല്പര്യമുണ്ടായിരുന്ന ഫ്രഞ്ചുകാരായിരുന്നു മറ്റൊരു സാമ്രാജ്യത്വ ശക്തി. ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാരുമുണ്ട്. വടകരയിലെ ഭരണാധികാരികളിൽ നിന്ന് മാഹിയിൽ വ്യാപാരം നടത്തുന്നതിന് അവർ അനുമതി സമ്പാദിച്ചു. ഫ്രഞ്ചുകാർ അനുമതി സമ്പാദിച്ചു. അങ്ങനെ വാണിജ്യ ആധിപത്യത്തിന് ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായി കേരളം മാറി. അപ്പം വാണിജ്യ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന വ്യത്യസ്ത യൂറോപ്യൻ ശക്തികളുടെ യുദ്ധഭൂമിയായിട്ട് കേരളം മാറുകയാണ്. ആരൊക്കെ വന്നു? പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. എന്നിരുന്നാലും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ തങ്ങളുടെ ശത്രുശക്തികളെ എല്ലാം തുരത്തി കേരളത്തിൽ മേൽക്കോയ്മ സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് കഴിഞ്ഞു. അങ്ങനെ 18-ാം നൂറ്റാണ്ടിൽ ആരായി? ബ്രിട്ടീഷുകാരായി. ഇനി 18-ാം നൂറ്റാണ്ടിലെ കേരളമാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ മേഖലകളിൽ വലിയ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. 1729 മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം തിരുവിതാംകൂറിൽ ഒരു പുതുയുഗത്തിന് നാന്ദി കുറിച്ചു. 1729 മാർത്താണ്ഡവർമ്മ സ്ഥാനാരോഹണം ചെയ്യുന്നത് തിരുവിതാംകൂറിൽ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ സമ്പദ് വ്യവസ്ഥ വൻ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആധുനിക തിരുവിതാംകൂറാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യുന്നത് ഏത് വർഷമാണ്? 1729. ക്ഷേത്ര കണക്കുകൾ കൃത്യമായി സൂക്ഷിച്ചിട്ടില്ലെന്നും നിലങ്ങളിൽ നിന്ന് പിരിഞ്ഞു കിട്ടേണ്ട തുക ശരിയായി ശേഖരിച്ചിട്ടില്ലെന്നും മനസ്സിലാക്കിയ അദ്ദേഹം കണ്ടെഴുത്ത് എന്ന പേരിൽ ഒരു ഭൂസർവേക്ക് ഉത്തരവിട്ടു. അപ്പം ആരാണ് കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേക്ക് ഉത്തരവിട്ടത്? മാർത്താണ്ഡവർമ്മയാണ്. ആരുടെ കാലത്താണ് കണ്ടെഴുത്ത് എന്ന പേരിൽ ഭൂസർവേ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. ഈ ഭൂസർവേ ദേവസ്വം, ബ്രഹ്മസ്വം ഭൂമികൾക്കും ബാധകമാക്കി. ക്ഷേത്ര കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ള ഒരു പദ്ധതിയും അദ്ദേഹം തയ്യാറാക്കി. രാജ്യത്തിനെതിരെ കലാപം നടത്തിയ പിള്ളമാർ എന്ന പ്രഭുക്കന്മാരെ അദ്ദേഹം അമർച്ച ചെയ്തു. മാർത്താണ്ഡവർമ്മ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി. ആരുടെയാണ്? പിള്ളമാരുടെ. പിള്ളമാർ എന്ന പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു. അവരെ അമർച്ച ചെയ്തു. അവരുടെ സ്വത്തുക്കളൊക്കെയും മാർത്താണ്ഡവർമ്മ കണ്ടുകെട്ടി. ഈ നടപടികൾ രാജകുടുംബത്തിന് സ്ഥിര വരുമാനം ഉറപ്പാക്കുകയും ക്ഷേത്രങ്ങൾക്കും പ്രഭുക്കന്മാർക്കും ഉള്ള ഓഹരികൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. ധാരാളം ഭൂപ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്ന് അടയാളപ്പെടുത്തപ്പെട്ടു. ഇപ്പം രാജ്യത്തിൻ്റെ ഭൂമി എന്നർത്ഥം വരുന്ന പണ്ടാരം വക എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഭൂമിയാണ് പണ്ടാരം വക എന്ന് അറിയപ്പെട്ടത്. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ തരംതിരിച്ചു. ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരം വക എന്നിങ്ങനെ ഭൂമിയെ തരംതിരിച്ചു. കുരുമുളക്, ഉപ്പ്, പുകയില എന്നിവയുടെ വ്യാപാരത്തിന്മേലുണ്ടായിരുന്ന കുത്തക തിരുവിതാംകൂറിലെ സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കി. അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായി വിഭജിക്കപ്പെട്ട് കിടന്ന കൊച്ചിയിലും മാറ്റങ്ങൾ സംഭവിച്ചു. തിരുവിതാംകൂറിലെ മാറ്റങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അനവധി പ്രഭുക്കന്മാരുടെ കീഴിൽ കഷ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു കൊച്ചി. അവിടെയും മാറ്റങ്ങൾ സംഭവിച്ചു. മാർത്താണ്ഡവർമ്മ സ്വീകരിച്ച അതേ നയങ്ങൾ ഈ പ്രഭുക്കന്മാർക്കെതിരെ ശക്തൻ തമ്പുരാനും സ്വീകരിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മയാണെങ്കിൽ കൊച്ചിയിൽ ആരാണ്? ശക്തൻ തമ്പുരാനാണ്.
സമ്പന്നരായ പ്രഭുക്കന്മാരുടെ ഭൂമികൾ പിടിച്ചെടുത്തു. 18-ാം നൂറ്റാണ്ടോടെ ഭൂസർവേ ആരംഭിച്ചു. വായ്മൊഴി അന്വേഷണങ്ങളുടെയും ഭൂവുടമകളുമായുള്ള വ്യക്തിപരമായ അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ നികുതി നിശ്ചയിക്കപ്പെട്ടു. കേട്ട വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ വ്യവസ്ഥ കേട്ടെഴുത്ത് എന്ന് അറിയപ്പെട്ടു. അപ്പോൾ കേട്ടെഴുത്താരുടെയാണ്? ശക്തൻ തമ്പുരാനാണ്. കണ്ടെഴുത്താരുടെയാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇതേ തുടർന്ന് നിർണയ ഉദ്യോഗസ്ഥന്മാർ ഭൂമി പരിശോധിക്കുകയും അളക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരണയാവുകയും ചെയ്തു. എന്താണോ കണ്ടത് അതിൻ്റെ രേഖ എന്നർത്ഥമുള്ള കണ്ടെഴുത്ത് എന്ന് ഇത് അറിയപ്പെട്ടു. കോവിലകത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായി രാജ്യത്തെ വിഭജിച്ചു. ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം പ്രവർത്തിക്കാരുടെ കീഴിലുണ്ടായിരുന്ന ഗ്രാമങ്ങളാണ്. കേന്ദ്രീകൃത നയമാണ് ശക്തൻ തമ്പുരാനും പിന്തുടർന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നേരത്തെ ഉണ്ടായിരുന്നത് ബ്രഹ്മസ്വം, ദേവസ്വം എന്ന പേരിൽ 2 രീതിയിലായിരുന്നു ഭൂമിയെ വിഭജിച്ചിരുന്നത്. ഇപ്പോഴെന്താണ്? 3 രീതിയിൽ വിഭജിച്ചു. എങ്ങനെയാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, പണ്ടാരവക, ഇങ്ങനെ 3 രീതിയിലുള്ള ഭൂമികളുണ്ടായി. അതുപോലെ കോവിലത്തും വാതുക്കൽ എന്നറിയപ്പെടുന്ന വലിയ റവന്യൂ ഘടകങ്ങളായിട്ട് രാജ്യത്തെ വിഭജിക്കുകയും ചെയ്തു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ചരിത്രം നമ്മൾ നോക്കി. ഇനി മലബാറിൻ്റെ ചരിത്രമാണ്. മലബാറിൻ്റെ ചരിത്രം നോക്കുന്നതിന് മുൻപേ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് കൈക്കൊണ്ട ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൃപ്പടിദാനം 1750 ജനുവരി 3-ന് തിരുവിതാംകൂർ രാജ്യം കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയുടെ പ്രധാന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു. ഈ പ്രവൃത്തിയിലൂടെ ആ ദേവൻ ഭൂമിയുടെ ഉടമസ്ഥനാവുകയും രാജാവ് ഭൂമിയുടെ നിയന്ത്രകൻ ആവുകയും ചെയ്തു. രാജാവിനെതിരെ ഉയരുന്ന ഏത് തരത്തിലുള്ള കലാപങ്ങളും വിമർശനങ്ങളും ദൈവദോഷമായി പരിഗണിക്കപ്പെട്ടു. കൂടാതെ വേറെ എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങളാണ് മാർത്താണ്ഡവർമ്മ കൈക്കൊണ്ടത്? രാജ്യത്തെ വിവിധ റവന്യൂ ഘടകങ്ങളായിട്ട് വിഭജിച്ചു. പ്രവർത്തിക്കാരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഗ്രാമമായിരുന്നു ഏറ്റവും താഴെയുള്ള ഭരണഘടകം. ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്ന മണ്ഡപത്തും വാതുക്കൽ ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. തിരുവിതാംകൂർ ആകെ 20 മണ്ഡപത്തും വാതുക്കലായി വിഭജിക്കുകയും വിവിധ മുഖങ്ങൾ ആയി സംഘടിപ്പിക്കുകയും ചെയ്തു. ഏറ്റവും താഴെയുള്ള ഭരണഘടകമായിരുന്നു ഗ്രാമങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് മണ്ഡപത്തും വാതുക്കൽ. അത് ഒരു കാര്യസ്ഥൻ്റെ കീഴിലായിരുന്നു. 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരുവിതാംകൂറിനെ അദ്ദേഹം വിഭജിച്ചു. അതുപോലെ വിവിധ മുഖങ്ങളായി സംഘടിപ്പിക്കുകയും ചെയ്തു. പതിവ് കണക്ക് എന്ന പേരിൽ ഒരു വാർഷിക ബജറ്റിന് അദ്ദേഹം രൂപം നൽകി. പതിവ് കണക്ക്, അയവ്യയ ഗണന പത്രം എന്നും പറയും. എന്താണ് വാർഷിക ബഡ്ജറ്റിന്? അപ്പം പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബഡ്ജറ്റ് രൂപം നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒരു സ്ഥിരം സൈന്യത്തിനും അദ്ദേഹം രൂപം കൊടുത്തു. സാധാരണ കൃഷിക്കാരുടെ ഇടയിൽ നിന്നാണ് സൈന്യത്തിലേക്ക് ആളിനെ എടുത്തിരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അവരുടെ സേവനകാലം അത്രയും ഇരയിളി എന്ന പേരിൽ നികുതിയിളവ് നൽകിയിരുന്നു. വിരമിക്കുമ്പോൾ ഇരയിളി അടുത്തൂൺ എന്ന പെൻഷനും നൽകിയിരുന്നു. ഇരയിളി എന്ന പേരിൽ നികുതി ഇളവും ഇരയിളി അടുത്തൂൺ എന്ന പേരിൽ പെൻഷനും നൽകിയത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇനി നോക്കുന്നത് മലബാറിൻ്റെ ചരിത്രമാണ്. 18-ാം നൂറ്റാണ്ടിലെ കേരളത്തിലെ സവിശേഷമാർന്ന രാഷ്ട്രീയ സാഹചര്യം മൈസൂർ ഭരണാധികാരികളെ മലബാർ ആക്രമിക്കുന്നതിന് പ്രേരിപ്പിച്ചു. 18-ാം നൂറ്റാണ്ടിലെ ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ആക്രമണങ്ങൾ മലബാറിലെ കാർഷിക ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. യഥാർത്ഥ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ റവന്യൂ പരിഷ്കാരം 1773 അവർ നടപ്പിൽ വരുത്തി. നികുതിയായി ഉൽപാദനത്തിൻ്റെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ കർഷകരിൽ നിന്നും പ്രധാനമായും കാണക്കാരിൽ നിന്ന് നേരിട്ട് പിരിച്ചു. ജന്മിമാരുടെ ആധിപത്യത്തിന് അറുതിയാവുകയും കർഷകന്റെ അന്തസ്സ് വർദ്ധിക്കുകയും ചെയ്തു. പാടങ്ങൾക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയും വരണ്ട ഭൂമികളും ക്ഷേത്രഭൂമികളും നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ടിപ്പു സുൽത്താൻ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്ന അർഷാദ് ബെഗ് ഖാൻ മലബാറിലെ എല്ലാ ഭരണാധികാരികളുമായും ഉടമ്പടികളിൽ ഏർപ്പെടുകയും അതിൻ പ്രകാരം വർഷം തോറും ഒരു നിശ്ചിത തുക മൈസൂർ ഭരണാധികാരികൾക്ക് നൽകേണ്ടതായി വരികയും ചെയ്തു. മിർ ഇബ്രാഹിമിൻ്റെ കീഴിൽ നടന്ന
രണ്ടാം നികുതി പരിഷ്കാരത്തിൽ ഒന്നാം പരിഷ്കാരത്തിലെ ഭൂമി അളവിൽ ക്രമക്കേടുകൾ കണ്ടെത്തുകയും എല്ലാ നായർ ജന്മിമാർക്കും മറ്റു മുഖ്യന്മാർക്കും കൂടി നികുതി ചുമത്തുകയും ചെയ്തു. നേരത്തെ നികുതി നൽകാതിരുന്ന ചില മുഖ്യന്മാർ ഇതോടെ നികുതി നൽകാൻ നിർബന്ധിതരായി എന്നർത്ഥം. പൊതുവിൽ ഭൂമിക്ക് അമിതമായി നികുതി ചുമത്തപ്പെട്ടു. കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് മൈസൂർ ഭരണാധികാരികൾ നാണ്യവിളകളുടെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. നാണ്യവിളകളായ പുകയില, ചന്ദനം, തേക്ക്, നാളികേരം, കുരുമുളക് എന്നിവ സർക്കാരിൻ്റെ കുത്തകയാക്കി മാറ്റി. തിരുവിതാംകൂറിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തരം കുത്തക കർഷകരെ വിപണിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. വ്യാപാര വർധനവിന് വേണ്ടി മലബാറിൽ യാത്രയ്ക്കായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ടിപ്പു മെച്ചപ്പെടുത്തി. ടിപ്പുവിനെ മലബാറിലെ റോഡുകളുടെ തുടക്കക്കാരനായി കണക്കാക്കുന്നു. മലബാറിലെ എല്ലാ പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളുടെ ഒരു വ്യാപാരമായ ശൃംഖല തന്നെ അദ്ദേഹം പണി കഴിപ്പിച്ചു. ഇനി മൈസൂർ ആക്രമണങ്ങൾ നോക്കാം. 1760കളിൽ ഹൈദരലിയാണ് മൈസൂറിൻ്റെ കേരളത്തിലേക്കുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. കണ്ണൂരിലെ ആലി രാജ കോലത്ത് നാടുമായി തങ്ങൾക്കുള്ള രാഷ്ട്രീയ വിരോധത്തിൽ ഇടപെടാൻ ഹൈദരലിയെ ക്ഷണിച്ചു. അദ്ദേഹം ആലി രാജായുടെ സഹായത്തോടെ കോലത്ത് നാട് കൊട്ടാരം പിടിച്ചെടുക്കുകയും തുടർന്ന് കോട്ടയം, കടത്തനാട്, കുറുമ്പ്രനാട് എന്നിവയ്ക്ക് നേരെ തിരിയുകയും ചെയ്തു. ഈ ശക്തികളെ കീഴടക്കിയതിനു ശേഷം മൈസൂർ സൈന്യം കോഴിക്കോടിന് നേരെ തിരിഞ്ഞു. 1773 ഹൈദരുടെ രണ്ടാം ആക്രമണം കൊച്ചിയെയും തിരുവിതാംകൂറിനെയും ലക്ഷ്യമിട്ട് ഉള്ളതായിരുന്നു. കൊച്ചി മൈസൂരിൻ്റെ പരമാധികാരം അംഗീകരിച്ചപ്പോൾ തിരുവിതാംകൂർ ശക്തമായി എതിർത്ത് നിന്നു. ഹൈദരലിയുടെ മകനും പിൻഗാമിയുമായ ടിപ്പു സുൽത്താൻ താമരശ്ശേരി ചുരം വഴി പ്രവേശിക്കുകയും 1788 തെക്കൻ മലബാർ മുഴുവൻ തൻ്റെ നിയന്ത്രണത്തിൽ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ഫറൂഖാബാദ് എന്ന പിന്നീട് അറിയപ്പെട്ട കോഴിക്കോടുള്ള ഫറൂഖ് ആയിരുന്നു ടിപ്പുവിൻ്റെ ആസ്ഥാനം. 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ മലബാറിലെ ഭരണാധികാരികളുടെ സഹായത്തോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിനെ പരാജയപ്പെടുത്തുകയും 1792 അദ്ദേഹത്തെ കൊണ്ട് ശ്രീരംഗപട്ടണ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അതോടെ മലബാർ മുഴുവനും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. മൈസൂർ യുദ്ധങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടക്കുന്നതാണ് മൈസൂർ യുദ്ധങ്ങൾ. അതിൽ 3ാം മൈസൂർ യുദ്ധത്തിലാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെക്കുകയും മലബാർ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുകയും ചെയ്യുന്നത്. 19ാം നൂറ്റാണ്ടോടെ മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നതോടെ മലബാറിലെ എല്ലാ മുഖ്യന്മാരുടെയും അധികാരങ്ങൾ ബ്രിട്ടീഷുകാർ കവർന്നെടുക്കുകയും അവർക്ക് മാലിക്കാൻ അഥവാ പെൻഷൻ നൽകുകയും ചെയ്തു. അപ്പോൾ മലബാറിലെ മുഖ്യന്മാർക്ക് ബ്രിട്ടീഷുകാർ നൽകിയ പെൻഷനാണ് മാലിക്ക. മൈസൂർ ഭരണാധികാരികളുടെ റവന്യൂ പരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ തകിടം മറിക്കുകയും ജന്മിമാരെ ഭൂമിയുടെ ഉടമസ്ഥരായി കണക്കാക്കുകയും ചെയ്തു. അവർ ജന്മിമാർക്ക് ഭൂമിയുടെ മേൽ ഉണ്ടായിരുന്ന പരമ്പരാഗത അധികാരങ്ങൾ എടുത്തു കളയുകയും ജന്മിമാരെ സ്വത്ത് ഉടമകളാക്കുകയും ചെയ്തു. കാണക്കാർ അഥവാ കുടിയാന്മാരെ കുടിക്കിടപ്പ് കർഷകൻ എന്ന നിലയിലേക്ക് തള്ളിയിട്ടു. നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മലബാറിൽ വിപുലമായ ഒരു ഭരണ സംവിധാനം ഒരുക്കപ്പെട്ടു. പ്രാദേശിക മുഖ്യരിലൂടെയുള്ള പരോക്ഷ നികുതി പിരിവ് പരാജയമാണെന്ന് മനസ്സിലാക്കി നികുതി പിരിക്കാനുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമിച്ച ജോയിൻറ്റ് കമ്മീഷന്മാരെ ഏൽപ്പിച്ചു. ഇനി മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ആയതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ നിയന്ത്രണത്തിലായിരുന്ന മലബാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുത്തു. അതേ വർഷം തന്നെ ജോയിൻറ്റ് കമ്മീഷന്മാരെ നിയമിച്ചു. അവർ പ്രാദേശിക ഭരണാധികാരികളുമായി വെവ്വേറെ ഉടമ്പടികളിൽ എത്തുകയും അവർക്കുള്ള ആനുകൂല്യങ്ങൾ അഥവാ മാലിഖാന നിശ്ചയിക്കുകയും ചെയ്തു. 1793 മാർച്ച് 30 മലബാറിനെ 2 ഭരണ മേഖലകളായി തിരിച്ചു. തലശ്ശേരി ആസ്ഥാനമായ വടക്കൻ മലബാറും ചെർപ്പുളശ്ശേരി ആസ്ഥാനമായ തെക്കൻ മലബാറും. കോഴിക്കോട് ആസ്ഥാനമാക്കി മുഴുവൻ മലബാറിനും വേണ്ടി ഒരു മുഖ്യ മജിസ്ട്രേറ്റിനെ നിയമിച്ചു. 1800 ബോംബെയിൽ നിന്ന് മദ്രാസ് പ്രസിഡൻസിക്ക് മലബാർ കൈമാറുകയും ചെയ്തു. ഇതേസമയം തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങൾ എന്ന നിലയിൽ നാമമാത്രമായ സ്വയംഭരണത്തോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ ഉൾപ്പെട്ടു.
ഈ രണ്ട് നാട്ടുരാജ്യങ്ങളും എല്ലാ സമയത്തും നേരിട്ടുള്ള സാമ്രാജ്യത്വ അധിനിവേശത്തിൻ്റെ ഭീഷണിയിൽ തുടർന്നു. 1788 മുതൽ സാമ്രാജ്യത്വ ഭരണകൂടത്തിൻ്റെ ഒരു ഏജന്റായ റെസിഡന്റ് എന്ന ഒരു ഉദ്യോഗസ്ഥൻ കൃത്യമായി നിർവചിക്കപ്പെടാത്ത അധികാരങ്ങളോടെ ഈ നാട്ടുരാജ്യങ്ങളിൽ ചുമതലയേറ്റു. തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡന്റ് ആരായിരുന്നു? കേണൽ ജോൺ മൺറോ ആയിരുന്നു. കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും ആദ്യ ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് ചുമതലയേറ്റത് കേണൽ ജോൺ മൺറോ ആയിരുന്നു. ബ്രിട്ടീഷ് പരമാധികാരം സ്ഥാപിക്കപ്പെട്ടതോടെ കേരള ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് തുടക്കം കുറിച്ചു. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടോടെ കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ്? മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നിയന്ത്രണത്തിന് കീഴിലായി. കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ കീഴിലായത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ പറഞ്ഞിരുന്നു, ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ അല്ലേ? 1792 നടക്കുന്നത്. മലബാർ എങ്ങനെ ബ്രിട്ടീഷുകാരുടെ കീഴിലായി? 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നത്. അത് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയാണ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചു. 1800 മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലാവുകയും ചെയ്തു. അപ്പോൾ 1800 എന്ത് സംഭവിച്ചു? മലബാർ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായി. പിന്നീട് കൊച്ചി എങ്ങനെയാണ്? ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഉടമ്പടി നടക്കുന്നത് 1791 അതുവഴി കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി. പിന്നീട് 1800 കൊച്ചി മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. ഇനി തിരുവിതാംകൂർ എങ്ങനെയാണ്? 1795 ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടി ഉണ്ടായി. അതുവഴി തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. 1805 എന്ത് പറ്റി? ബ്രിട്ടീഷുകാരുമായിട്ട് പിന്നെയും ഉടമ്പടി ഉണ്ടായി. അതുവഴി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ 1800 എന്താണ് സംഭവിച്ചത്? മലബാറും കൊച്ചിയും മദ്രാസ് സർക്കാരിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. അതുപോലെ 1805 തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ ഒരു സൈനിക സഖ്യ രാജ്യമായിട്ട് മാറുകയും ചെയ്തു. അടുത്തത് ഒരു കൊളോണിയൽ സമ്പദ്ഘടനയുടെ വികാസം. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളെയും കീഴടക്കിയ ശേഷം ബ്രിട്ടീഷുകാർ അവിടങ്ങളിലെ സമ്പദ്ഘടനയിലും നിയമവ്യവസ്ഥയിലും ഇടപെടാൻ തുടങ്ങി. ജനങ്ങളുടെ മേൽ ഉയർന്ന നികുതി അടിച്ചേൽപ്പിക്കലും 3 പ്രദേശങ്ങളിലും കൊളോണിയൽ ഭരണാധികാരികളുടെ വർദ്ധിച്ചു വന്ന ഇടപെടലുകളും കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു. അപ്പം കേരളം എന്നത് പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാകുകയാണ്. മലബാറിലെ നികുതി സമ്പ്രദായത്തിലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് മാറ്റങ്ങൾ വരുത്തിയത്. ഭൂമിയുടെ പരമ്പരാഗത കൈവശക്കാരായിരുന്ന നമ്പൂതിരിമാർ ഭൂമിയുടെ പൂർണ്ണ ഉടമകളായി അംഗീകരിക്കപ്പെട്ടു. ഭൂപ്രഭുക്കന്മാർക്കും കുടിയാന്മാർക്കും ഇടയിൽ കാണക്കാർ എന്ന ഒരു പുതിയ മധ്യവർത്തി കുടിയാൻ വർഗത്തെ കൊണ്ടുവന്നു. ഭൂപ്രഭുക്കന്മാരും കാണക്കാരും ഒന്നിച്ചു നിന്ന് ബ്രിട്ടീഷ് സഹായത്തോടെ കുടിയാന്മാരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന മലബാറിൽ നികുതി പിരിച്ചെടുക്കുന്നതിന് വളരെ വിശാലമായ ഒരു ഭരണവ്യവസ്ഥ നടപ്പിലാക്കി. ക്രമേണ നികുതി പിരിക്കുവാനായി പ്രാദേശിക മുഖ്യന്മാരുടെ സ്ഥാനത്ത് കൊളോണിയൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചു. മലബാറിൽ അപ്പോൾ എങ്ങനെയായി? ബ്രിട്ടീഷുകാർ നേരിട്ട് നികുതി പിരിക്കലായി. മലബാറിൽ നിന്നും വ്യത്യസ്തമായി നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിനും കൊച്ചിക്കും ഒരളവ് വരെ സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിനും കൊച്ചിക്കും എന്താണ്? സ്വയം ഭരണാധികാരം ഉണ്ടായിരുന്നു. പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. യൂറോപ്യർ മുൻകൈയെടുത്ത് തോട്ടകൃഷിയും മൂലധന നിക്ഷേപവും കേരളത്തിൽ ആരംഭിച്ചു. തേയില, കാപ്പി, റബ്ബർ, ഏലം എന്നിവയായിരുന്നു പ്രധാന തോട്ടവിളകൾ. മലബാറിനെ അപേക്ഷിച്ച് തിരുവിതാംകൂറിൽ തോട്ട വ്യവസായങ്ങൾ കൂടുതലായി വികസിച്ചു. തോട്ടങ്ങളുടെ ഇത്തരത്തിലുള്ള ഉയർന്ന വളർച്ചാ നിരക്കിന് കാരണമായത് തിരുവിതാംകൂറിൽ മുൻനിര തോട്ടവിളകൾക്ക് അനുയോജ്യമായ ഭൂനിരപ്പിൽ നിന്ന് ഉയർന്നതും ഗുണമേറിയ മണ്ണുള്ളതുമായ കൂടുതൽ ഭൂമി ലഭ്യമായിരുന്നു. തൽഫലമായി മലബാറിലെ നികുതി പിരിവിൽ സ്തംഭനമുണ്ടായി. എന്നാൽ തിരുവിതാംകൂറിൽ കൃഷിയും നികുതി പിരിവും ഊർജിതമായി. രാഷ്ട്രീയ നിയന്ത്രണം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂറിലും
കൊച്ചിയിലും മലബാറിലും വാണിജ്യത്തിൽ സ്വേച്ഛാധികാരം നൽകി. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തോടെ കൊളോണിയൽ മൂലധനത്താൽ നിയന്ത്രിക്കപ്പെട്ട സ്വതന്ത്ര വ്യാപാരം കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടു. തദ്ദേശീയ വ്യാപാരികൾക്ക് അപ്രധാന പങ്ക് മാത്രമേ ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. നിരവധി വാണിജ്യ നിയമങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയിലൂടെയാണ് വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങൾ എളുപ്പമാക്കിയത്. അപ്പോൾ വ്യാപാര രംഗത്തെ പരിവർത്തനങ്ങൾ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ എളുപ്പമാക്കിയത്? വാണിജ്യ നിയമങ്ങൾ കൊണ്ടുവന്നു, വ്യവസ്ഥകൾ കൊണ്ടുവന്നു. കേരളത്തിലെ തോട്ടങ്ങളുടെ വികാസം തദ്ദേശീയരല്ലാത്ത നിക്ഷേപകരെയാണ് പ്രോത്സാഹിപ്പിച്ചതെങ്കിലും തദ്ദേശീയരായ വ്യവസായ സംരംഭകർക്കും ഈ മേഖലയിൽ കാലുറപ്പിക്കാൻ കഴിഞ്ഞു. 1930-കളിലും 40-കളിലും തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കുണ്ടായ കർഷക കുടിയേറ്റം മലബാറിലെ വാണിജ്യ കൃഷിയുടെ വികാസത്തിന് കൂടുതൽ സഹായകമായി. മൊത്തത്തിലുള്ള സാമ്പത്തിക വികാസം ധനകാര്യപരമായും വാണിജ്യപരവുമായ പ്രവർത്തനങ്ങളുടെയും വാണിജ്യ ബാങ്കുകളുടെ വളർച്ചയ്ക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. ഭൂമി ഈടായി സ്വീകരിച്ചുകൊണ്ട് ഈ ബാങ്കുകൾ വായ്പകൾ നൽകി. ഈ വായ്പ കൊണ്ട് കൂടുതൽ ഭൂമി വാങ്ങുകയും വരുമാനം കൂടുതൽ ലഭിക്കുന്ന വിളകൾ കൃഷി ചെയ്യുകയും കാർഷികോൽപ്പന്നങ്ങളുടെ വ്യാപാരവും സംസ്കരണവും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇനി കുരുമുളകിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. കേരളത്തിൻ്റെ ഒരു തദ്ദേശീയ സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. സംഘകാലം മുതൽ ഇത് കൃഷി ചെയ്തിരുന്നതായി സംഘം കൃതികൾ തെളിവ് തരുന്നുണ്ട്. ആദിമകാലത്തെ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതികളിൽ ഏറ്റവും മൂല്യമേറിയത്, ഏറ്റവും വിലപ്പെട്ടത് കുരുമുളകിനായിരുന്നു. സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിനായി കേരളത്തിൽ ആദ്യം എത്തിയത് അറബികളും ഫിനീഷ്യക്കാരുമാണെന്നാണ് പറയപ്പെടുന്നത്. യൂറോപ്പിൽ സമ്പത്തിൻ്റെയും ധനാഢ്യതയുടെയും പ്രതീകമായിട്ടാണ് കുരുമുളകിനെ പരിഗണിച്ചിരുന്നത്. ഇത് യവനപ്രിയ എന്ന് അറിയപ്പെട്ടിരുന്നു. യവനപ്രിയ എന്നാൽ ഗ്രീക്കുകാരും റോമാക്കാരുമായ വ്യാപാരികൾക്ക് പ്രിയപ്പെട്ടത് എന്നാണ് അർത്ഥം. ഗ്രീക്കുകാർക്ക് പ്രിയപ്പെട്ടത് എന്നാണ് യവനപ്രിയ എന്നതിന് അർത്ഥം. യൂറോപ്യൻ ബന്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് ധാരാളം കാർഷിക സംസ്കരണ വ്യവസായങ്ങൾ വികാസം പ്രാപിച്ചു. വാണിജ്യ കൃഷിയുടെ വികാസവും അതിൻ്റെ പൂർണ്ണമായും ഭാഗികമായും സംസ്കരിച്ച ഉൽപ്പന്നങ്ങൾക്കു വേണ്ടിയുള്ള വർദ്ധിച്ച ആവശ്യകതയുമാണ് ഇത് സാധ്യമാക്കിയത്. കയറടക്കമുള്ള എല്ലാ കാർഷിക സംസ്കരണ വ്യവസായങ്ങളും കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ളതും പ്രധാന വ്യവസായ സ്ഥാപനങ്ങളെല്ലാം യൂറോപ്യൻ ഉടമസ്ഥതയിൽ തുടരുന്നതുമായിരുന്നു. ഈ വ്യവസായങ്ങളുടെ വികാസം കൃഷിയുടെ വികാസത്തിനും വാണിജ്യവൽക്കരണത്തിനും വഴിതെളിച്ചു. 1930-കൾ വരെ തിരുവിതാംകൂറിലും കൊച്ചിയിലും വ്യാവസായിക വികസനത്തിൽ ഭരണകൂടത്തിൻ്റെ പങ്ക് വളരെ പരിമിതമായിരുന്നു. 3 പ്രദേശങ്ങളിലും വ്യവസായ വികസനത്തിലുള്ള സ്ഥായിയായ ഒരു നയവും ഉണ്ടായിരുന്നില്ല. 3 പ്രദേശങ്ങളിലും സ്ഥായിയായിട്ട് ഒരു നയവും ഉണ്ടായിരുന്നില്ല. ഏകദേശം 1930-കളുടെ മധ്യം മുതൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ഭരണകൂടത്തിൻ്റെ പങ്കിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ടായി. ക്രമേണ എല്ലാ പ്രദേശങ്ങളിലും പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാനാവശ്യമായ സാമ്പത്തിക സഹായവും പ്രോത്സാഹനവും ഭരണകൂടം സ്വകാര്യ സംരംഭകർക്ക് നൽകാൻ തുടങ്ങി. സ്വകാര്യ സംരംഭകർ വേണ്ടത്ര കടന്നു വരാത്ത മേഖലകളിൽ ഭരണകൂടം നേരിട്ട് നിക്ഷേപം നടത്തുകയും ചെയ്തു. കൂടാതെ ഭരണകൂടം വ്യത്യസ്തങ്ങളായ തൊഴിൽ നിയമങ്ങളുടെ ചട്ടക്കൂട് തയ്യാറാക്കുന്നതിനൊപ്പം കമ്പോള സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തു. കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിനായി പദ്ധതി രൂപീകരിച്ചതും റോഡുകളുടെയും കനാൽ ശൃംഖലകളുടെയും നിർമ്മാണവും വ്യാപാരത്തിൻ്റെ വികസനത്തിനായി സ്വീകരിച്ച മറ്റു നടപടികളായിരുന്നു. അപ്പോൾ വ്യാപാരത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൊച്ചി തുറമുഖത്തിൻ്റെ വികസന പദ്ധതി രൂപീകരിച്ചു. റോഡുകൾ, കനാൽ ശൃംഖലകൾ ഒക്കെ നിർമ്മിച്ചു. വളർച്ചാക്രമങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഗതാഗത, ബാങ്കിംഗ് മേഖലകൾ കേരളം ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. ഗതാഗതം അതുപോലെ ബാങ്കിംഗ് മേഖലകളിലെല്ലാം കേരളം പുരോഗതി കൈവരിച്ചു. തങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ കേരളത്തിൽ റെയിൽ ഗതാഗതം നടപ്പാക്കി. ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള ആദ്യത്തെ റെയിൽവേ ലൈൻ 1861 മാർച്ച് 12-ന് മദ്രാസ് റെയിൽവേ കമ്പനി പ്രാവർത്തികമാക്കി. അപ്പോൾ ആദ്യത്തെ റെയിൽവേ ലൈന് കേരളത്തിൽ വരുന്നത് ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. അത് 1861 മാർച്ച് 12-നാണ്. ഇത് നടപ്പിലാക്കിയത് ആരാണ്? ഇത് പ്രാവർത്തികമാക്കിയത് ആരാണ്? മദ്രാസ് റെയിൽവേ കമ്പനിയാണ്. 20-ാം നൂറ്റാണ്ടോടെ
കേരളം പൂർണ്ണമായും പ്രവിശ്യ തലസ്ഥാനമായ മദ്രാസിനോട് ബന്ധിക്കപ്പെട്ടു. ഈ റെയിൽവേ ബന്ധം കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ സുപ്രധാന മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതോടൊപ്പം ഉൽപ്പന്നങ്ങളുടെയും സൈന്യത്തിൻ്റെയും സഞ്ചാരം സുഗമമാക്കുന്നതിനായി എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ റോഡുകളുടെ നിർമ്മാണം മെച്ചപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ നടത്തി. ഇനി പരിഷ്കരണങ്ങളിലൂടെയുള്ള ആധുനികവൽക്കരണമാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങളും ഭരണപരമായ സ്ഥിരത കൈവരിച്ചു. ഭരണകൂടത്തിൻ്റെയും കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും ഭരണാധികാരികളുടെയും സംരക്ഷണതയിൽ ശ്രദ്ധേയമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നടപ്പിലാക്കപ്പെട്ടു. എന്നിരുന്നാലും ഒട്ടുമിക്ക പരിഷ്കാരങ്ങളും ബ്രിട്ടീഷ് അധികാരത്തിൻ്റെ അടിത്തറ ഇന്ത്യയിൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്നതായിരുന്നു. എങ്കിലും അവ കേരളത്തിലെ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും കാഴ്ചപ്പാടിലും മാറ്റം വരുത്തി. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി, എന്തൊക്കെ വികാസം നമുക്ക് ബ്രിട്ടീഷുകാർ കാരണം എന്തൊക്കെ വികസനം കേരളത്തിൽ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇവിടേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, എന്തൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ എന്തൊക്കെയാണ്? ഓരോ ഭൂവുടമയ്ക്കും പട്ടയം നൽകുകയും അതിൽ കുടിയാൻ്റെ കൈവശമുള്ള ഭൂമി, കുടിയായ്മയുടെ സ്വഭാവം, അടയ്ക്കേണ്ട നികുതി തുടങ്ങിയവ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1812 അടിമത്തം നിരോധിച്ചു. നോക്കുക, അടിമത്തം നിരോധിച്ചത് ഏത് വർഷമാണ്? 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിക്കുന്നത്. നീതിന്യായ രംഗത്ത് എന്ത് പരിഷ്കരണമാണ് കൊണ്ടുവന്നത്? 5 ജില്ലാ കോടതികളും ഒരു അപ്പീൽ കോടതിയും സ്ഥാപിച്ചു. 1811 ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. നാണയങ്ങൾ, വാർത്താവിനിമയം, കൃഷി, വാണിജ്യം എന്നീ രംഗങ്ങളിൽ പുരോഗതിയുണ്ടായി. തലവരിക്കരം, അതുപോലെ ഊഴിയം, മറ്റ് ഫ്യൂഡൽ നികുതികൾ എന്നിവ നിരോധിച്ചു. ഊഴിയം എന്നാൽ എന്താണ്? കൂലി കൊടുക്കാതെ ജോലി എടുപ്പിക്കുക എന്നുള്ളതാണ്. കൂലി കൊടുക്കാതെ ജോലി എടുപ്പിക്കുന്നതാണ് ഊഴിയം എന്ന് പറയുന്നത്. അപ്പം തലവരിക്കരം, അതുപോലെ ഊഴിയം, അതുപോലെ മറ്റ് ഫ്യൂഡൽ നികുതികൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിരോധിച്ചു. 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. നിരവധി ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് എന്നിവ സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിരുവിതാംകൂറിൽ നടപ്പാക്കിയത്. അടിമത്തം നിരോധിച്ചു, അതുപോലെ ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു, ജില്ലാ കോടതികൾ, അപ്പീൽ കോടതി സ്ഥാപിച്ചു, ഇതൊക്കെയാണ്. അതുപോലെ നികുതികൾ നിരോധിച്ചു. പിന്നെ 8 അംഗങ്ങളോട് കൂടിയ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. ഫാക്ടറികൾ, ജലവൈദ്യുത പദ്ധതികൾ, പാലങ്ങൾ, കനാലുകൾ, പോസ്റ്റ് ഓഫീസ് ഒക്കെ സ്ഥാപിക്കപ്പെട്ടു. ഇനി കൊച്ചിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് നോക്കാം. കീഴ്ക്കോടതികളും ഹജൂർ കോടതി സ്ഥാപിക്കപ്പെട്ടു. പ്രധാന ദേവസ്വങ്ങൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. 1845 അടിമത്തം നിർത്തലാക്കി. അപ്പോൾ 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചത്. കൊച്ചിയിൽ എന്നാണ് 1845 അടിമത്തം നിർത്തലാക്കുന്നത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു, കണ്ടെഴുത്ത് നടപ്പിലാക്കി. അപ്പോൾ കണ്ടെഴുത്ത് നടപ്പിലാക്കിയത് എവിടെയാണ്? കൊച്ചിയിലാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ അല്ലെങ്കിൽ കണ്ടെഴുത്ത് നടപ്പിലാക്കി. അതുപോലെ റെയിൽവേ പാതകൾ നിർമ്മിച്ചു. പൊതുജന ആരോഗ്യം, കൃഷി, മത്സ്യബന്ധനം എന്നീ വകുപ്പുകൾ സ്ഥാപിച്ചു. കാണം ഭൂമി എന്ന പേരിൽ കുടിയായ്മയുടെ കാലാവധി ഉറപ്പാക്കിക്കൊണ്ട് കൊച്ചി കുടിയായ്മ നിയമം പാസാക്കി. ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. കൊച്ചിയിൽ ഒരു സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് സ്ഥാപിച്ചു. ഇത്രയുമാണ് കൊച്ചിയിൽ വന്ന മാറ്റങ്ങൾ. ഇനി മലബാറിൽ എന്തൊക്കെ പരിഷ്കരണങ്ങളാണ് നടത്തിയതെന്ന് നോക്കാം. ജില്ലാ പ്രവിശ്യ കോടതികൾ സ്ഥാപിച്ചു. ജില്ലാ കോടതി, അതുപോലെ പ്രവിശ്യ കോടതികളും സ്ഥാപിച്ചു. റോഡുകളുടെ ഒരു ശൃംഖല നിർമ്മിച്ചു. അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു. നെയ്ത്തുശാലകളും ഓട് ഫാക്ടറികളും ആരംഭിച്ചു. കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, പാലക്കാട് നഗരസഭകൾ സ്ഥാപിച്ചു. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി റെയിൽ ബന്ധം സ്ഥാപിച്ചു. നിലമ്പൂരിൽ തേക്ക് തോട്ടം സ്ഥാപിച്ചു. അതുപോലെ അഞ്ചരക്കണ്ടിയിൽ ഒരു സുഗന്ധവ്യഞ്ജന തോട്ടം സ്ഥാപിച്ചു. തടി കൊണ്ടുപോകുന്നതിനായി കനാലുകൾ നിർമ്മിച്ചു. കനോലി കനാൽ നിർമ്മിച്ചു. തടി വ്യവസായം പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ഇത്രയുമാണ് മലബാറിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഇനി അറിവിൻ്റെ വ്യാപനമാണ്. വൈജ്ഞാനിക രംഗത്ത് എന്തൊക്കെ സ്വാധീനം
ഈ വിദേശികൾ ചെലുത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. യൂറോപ്യരുടെ ആഗമനവും വിദേശ മിഷണറിമാരുടെ ഇടപെടലും വൈജ്ഞാനിക രംഗത്ത് ആഴത്തിലുള്ള സ്വാധീനം ഉളവാക്കി. 1577 പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിച്ചു. അച്ചടി സ്ഥാപിച്ചത് പോർച്ചുഗീസുകാരാണ്. അത് 1577 സ്ഥാപിക്കുന്നത്. 1772 പ്രസിദ്ധീകരിച്ച സംക്ഷേപ വേദാർത്ഥമായിരുന്നു പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം. അപ്പോൾ പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. അത് വർഷവും പഠിച്ചോണം. വർഷം ഏതാണ്? 1772 സംക്ഷേപ വേദാർത്ഥം അച്ചടിക്കുന്നത്. ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടുവും വ്യാകരണ ഗ്രന്ഥവും തയ്യാറാക്കി. ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ അംഗമായ ബെഞ്ചമിൻ ബെയ്ലി 1846 ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരിക്കുന്നത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമോ ആരാണ് പ്രസിദ്ധീകരിക്കുന്നത്? അർണോസ് പാതിരിയാണ്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലെ അംഗമായ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമാണെങ്കിൽ ഹെർമൻ ഗുണ്ടർട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥവും നിഘണ്ടുവും തയ്യാറാക്കുന്നത് അർണോസ് പാതിരിയാണ്. ജർമ്മൻ മിഷണറിയായ അർണോസ് പാതിരിയാണ്. അതുപോലെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരുടെയാണ്? ബെഞ്ചമിൻ ബെയ്ലിയുടെയാണ്. 1844 പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കുകയാണ്, ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹെർമൻ ഗുണ്ടർട്ടാണ്. 1847 അദ്ദേഹം ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ 2 മലയാളം വർത്തമാന പത്രങ്ങൾ ആരംഭിച്ചു. അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെയാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. ഇത് ആദ്യമായിട്ട് 2 വർത്തമാന പത്രങ്ങൾ ഇറങ്ങിയതാണ്. ആദ്യമായിട്ട് ഇറങ്ങുന്ന വർത്തമാന പത്രം ഏതാണ്? രാജ്യസമാചാരമാണ്. 1847 ഇറങ്ങുന്നത്. പിന്നീട് മലയാള മനോരമ, മാതൃഭൂമി തുടങ്ങി നിരവധി പത്രങ്ങൾ പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. ഇതെല്ലാം മലയാള ഭാഷയുടെ പൊതുനിലവാരം വർദ്ധിക്കുന്നതിന് കാരണമായി. ആധുനിക ആശയങ്ങളുടെ പ്രചാരണത്തിനും അതുവഴി കേരള സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനും അച്ചടി സഹായകമായി. അപ്പോൾ അച്ചടി കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. കേരള സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ പിന്നിലെ സുപ്രധാന ചാലക ശക്തി വിദ്യാഭ്യാസമായിരുന്നു. വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിൽ മിഷണറിമാർ സുപ്രധാന പങ്ക് വഹിച്ചു. ലണ്ടൻ മിഷൻ സൊസൈറ്റി, അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി എന്നിവ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരുവിതാംകൂറിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് LMS-ഉം CMS-ഉം. 1813 കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു. അവർ ഒരു വ്യാകരണ വിദ്യാലയവും സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പെൺപള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. ആരാണ്? ചർച്ച് മിഷൻ. ചർച്ച് മിഷൻ 1813 കോട്ടയത്ത് ഒരു കോളേജ് സ്ഥാപിച്ചു, സെമിനാരി സ്ഥാപിച്ചു, അതുപോലെ ഒരു വ്യാകരണ വിദ്യാലയം, സ്ത്രീ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പെൺപള്ളിക്കൂടങ്ങളും സ്ഥാപിച്ചു. ഇനി കൊച്ചി മേഖലയിൽ ആദ്യത്തെ വിദ്യാലയം സ്ഥാപിക്കുന്നത് ആരാണ്? ഡാവ്സൺ ആണ്. കൊച്ചി മേഖലയിലെ ആദ്യത്തെ വിദ്യാലയം 1818 സ്ഥാപിക്കുന്നത്. അത് മട്ടാഞ്ചേരിയിലാണ് സ്ഥാപിക്കുന്നത്. ആരാണ്? ഇംഗ്ലീഷ് മിഷണറിയായ ഡാവ്സൺ ആണത് സ്ഥാപിക്കുന്നത്. ഇതേ സമയം തന്നെ സാൽവേഷൻ ആർമി വിഭാഗത്തിലെ സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ്, അദ്ദേഹം എന്താണ് ചെയ്തത്? ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. എവിടെയാണ്? തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്പാനിഷ് മിഷണറി ആയിരുന്ന ട്വിങ്കിൾ ടാബ് നാഗർകോവിൽ അടക്കമുള്ള തിരുവിതാംകൂറിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. മലബാറിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്, BEM. 1841 മിഷണറി ആയിരുന്ന റവറർ ഹബിക് കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഒരു ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചു. അപ്പോൾ മലബാറിൽ ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിക്കുന്നു. എവിടെയാണ്? കണ്ണൂരിലെ ബർണശ്ശേരിയിൽ 1841 സ്ഥാപിക്കുന്നത്. ആരാണ്? റവറർ ഹബിക്കാണ് സ്ഥാപിക്കുന്നത്. ബേസൽ മിഷൻ
1848 കോഴിക്കോടിനടുത്ത് കല്ലായിയിലും അതുപോലെ 1856 തലശ്ശേരിയിലും പ്രാഥമിക ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന മാതൃക വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കാൻ തദ്ദേശീയ ഭരണാധികാരികളെ പ്രേരിപ്പിച്ചു. 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി, ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. 1817 തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കേണൽ മൺറോയുടെ സഹായത്താൽ നടപ്പിലാക്കി. അപ്പോൾ തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായിട്ട് ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരുന്നത് ആരാണ്? റാണി ഗൗരി പാർവതി ഭായിയാണ്. അത് കേണൽ മൺറോയുടെ സഹായത്താലാണ് നടപ്പിലാക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാഥമിക വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം 1839 എറണാകുളത്ത് ആരംഭിച്ചു. അപ്പോൾ ആരുടെ കാലത്താണ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാലയം വരുന്നത്? സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്താണ്. 1839 എറണാകുളത്താണ് ആരംഭിക്കുന്നത്. 1862 മറ്റൊരു ഇംഗ്ലീഷ് വിദ്യാലയം തലശ്ശേരിയിൽ തുടങ്ങി. ക്രമേണ കേരളത്തിൽ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒരു ശൃംഖല തന്നെ സ്ഥാപിക്കപ്പെട്ടു. തലശ്ശേരി തുറമുഖത്തിലെ ഉദ്യോഗസ്ഥനായ ബ്രണ്ണൻ എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് 1862 മലബാറിൽ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിച്ചു. അപ്പോൾ ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിക്കുന്നത് ആരാണ്? തലശ്ശേരി തുറമുഖത്തിലെ ഉദ്യോഗസ്ഥനായ ആരാണ്? ബ്രണ്ണനാണ്. അത് എന്തിനു വേണ്ടിയാണ്? എല്ലാ മതത്തിലും ജാതിയിലും പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് ബ്രണ്ണൻ സ്കൂൾ സ്ഥാപിക്കുന്നത്. പിന്നീട് ഇത് ഒരു ഒന്നാം തരം കോളേജായി മാറി. ഫസ്റ്റ് ഗ്രേഡ് കോളേജായിട്ട് മാറി. 1866 പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വന്നു. പാലക്കാട് വിക്ടോറിയ ഹൈസ്കൂൾ നിലവിൽ വരുന്ന 1866 പിന്നീട് വിക്ടോറിയ കോളേജായിട്ട് ഇത് മാറി. 1866 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ്, അതുപോലെ 1875 എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ 1875 എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ വർഷമൊക്കെ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈയിടയ്ക്ക് കുറച്ച് നാളായതേ ഉള്ളൂ ചോദിച്ചിട്ട്. അപ്പം മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചത്. 1866 തിരുവനന്തപുരം മഹാരാജാസ് കോളേജും 1875 എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിക്കപ്പെട്ടു. 1937 തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നു. അപ്പോൾ 1866 തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് വരുന്നു. 75 എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിക്കപ്പെടുന്നു. ഇനി തിരുവിതാംകൂർ സർവകലാശാല എന്നാണ് നിലവിൽ വന്നത്? 1937. ഈ തിരുവിതാംകൂർ സർവകലാശാലയാണ് പിന്നീട് കേരള സർവകലാശാലയായിട്ട് മാറുന്നത്. തിരുവിതാംകൂർ സർവകലാശാല കേരള സർവകലാശാലയായിട്ട് മാറുന്നത് എന്നാണ്? 1957. അപ്പോൾ കേരള സർവകലാശാലയാകുന്നത് എന്നാണ്? 1957. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വരുന്നത് 1937. ഇനി നിയമവ്യവസ്ഥ, ലീഗൽ സിസ്റ്റം നോക്കാം. ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന നിയമവ്യവസ്ഥയിലും മാറ്റങ്ങൾ വരുത്തി. കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള നിയമവ്യവസ്ഥയാണ് കേരളത്തിൽ പിന്തുടർന്നിരുന്നത്. അതിൽ ഏറ്റവും പ്രമുഖമായത് സത്യപരീക്ഷയായിരുന്നു. കുറ്റം ചെയ്തയാളിൻ്റെ ജാതി അനുസരിച്ചാണ് വിചാരണയുടെയും ശിക്ഷയുടെയും സ്വഭാവം നിർണ്ണയിക്കപ്പെട്ടിരുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തരം നീതിന്യായ സമ്പ്രദായങ്ങൾ നിലനിന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാർ പുതിയ ഒരു നിയമ സമ്പ്രദായവും പാശ്ചാത്യ നിയമചിന്തകളും കേരളത്തിൽ നടപ്പിലാക്കിയത്. അതിൽ നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അതുപോലെ നിയമത്തിൻ്റെ മുന്നിൽ സമത്വം, ഇക്വാളിറ്റി ബിഫോർ ലോ തുടങ്ങിയ ആശയങ്ങൾ ശ്രേണി രൂപത്തിലുള്ള സിവിൽ ക്രിമിനൽ കോടതികളോടൊപ്പം നടപ്പിലാക്കപ്പെട്ടു. അവ ഈ ദേശത്ത് നിലനിന്നിരുന്ന നിയമങ്ങളെയും കൂട്ടിച്ചേർത്ത പുതിയൊരു ഏകീകൃത നിയമസംഹിതയ്ക്ക് രൂപം നൽകി. ഇനി നമ്മൾ നോക്കുന്നത് കൊളോണിയൽ ഭരണത്തിനെതിരായ ആദ്യകാല ചെറുത്തുനിൽപ്പുകളാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു പുതുയുഗത്തിന് തുടക്കമായി. നാട്ടുമുഖ്യന്മാരും ജനങ്ങളും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കലാപത്തിൻ്റെ കൊടിയുയർത്തി. ഈ പ്രസ്ഥാനങ്ങൾക്ക് മലബാറിൽ പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവരും തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവിയും കൊച്ചിയിൽ പാലിയത്തച്ഛനും നേതൃത്വം നൽകി.
അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പഴശ്ശി കലാപമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപം. ഈ കലാപത്തിൻ്റെ വീരപുരുഷൻ കേരളവർമ്മ പഴശ്ശിരാജയായിരുന്നു. പഴശ്ശി കലാപത്തിന് 2 ഘട്ടങ്ങളുണ്ടായിരുന്നു. 1793 മുതൽ 1797 വരെയായിരുന്നു ഒന്നാം ഘട്ടം. ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത് 1793 1797 കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിയമമായിരുന്നു ഒന്നാം കലാപത്തിൻ്റെ പ്രാഥമിക കാരണം. 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. നമ്മൾ പറഞ്ഞിരുന്നു, ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം 1792 മലബാർ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായി. ആ സമയത്ത് നികുതി പിരിക്കാനുള്ള അധികാരം അവർ പ്രാദേശിക ഭരണാധികാരികൾക്ക് നൽകി. അവരുടെ നികുതി നിർണയവും പിരിവും നിഷ്ഠൂരമായിരുന്നു. അതിച്ചിരി കടുപ്പമുള്ളതായിരുന്നു. ഇതിന് പുറമെ പഴശ്ശിയുടെ എതിർപ്പിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നികുതി മാത്രമായിരുന്നില്ല കാരണം. ടിപ്പു സുൽത്താനെ എതിർത്തിരുന്ന കമ്പനിയുടെ ശക്തനായ പിന്തുണക്കാരനായിരുന്നു ആദ്യകാലങ്ങളിൽ പഴശ്ശിരാജ. പക്ഷേ ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കായിരുന്നു. നായർ സമുദായ അംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത എന്നിവരടങ്ങിയ പഴശ്ശിയുടെ പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായിട്ട് ചെറുത്തു. തുടർന്ന് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശി മൈസൂരിൻ്റെ സഹായം തേടി. അവസാനം ബ്രിട്ടീഷ് സൈന്യം വയനാട്ടിൽ നിന്ന് പിന്മാറുകയും 1797 പഴശ്ശിയുമായി അനുരഞ്ജനത്തിലാവുകയും ചെയ്തു. അതാണ് ഒന്നാം പഴശ്ശി കലാപം എന്ന് പറയുന്നത്. ഇനി രണ്ടാം ഘട്ടം ആരംഭിച്ചതെന്നാണ്. രണ്ടാം പഴശ്ശി കലാപം 1800-ലാണ്. 1800-ലാണ് പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചത്. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം കേണൽ വെല്ലസ്ലി നടത്തി. കലാപകാരികളെ വയനാട്ടിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താനുള്ള ഒരു ആസൂത്രണം കേണൽ വെല്ലസ്ലി നടത്തി. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യരും കുറുമ്പരുമായിരുന്നു വലിയൊരു വിഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യര്, കുറുമ്പര് ഇവരായിരുന്നു വലിയ വിഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി രാജയ്ക്കെതിരെ പട നയിച്ചു. അപ്പോൾ തോമസ് ഹാർവി ബേബർ എന്ത് ചെയ്തു? പഴശ്ശിരാജയ്ക്ക് എതിരെ സൈന്യത്തെ അണിനിരത്തി പട നയിച്ചു. 1805 നവംബർ 30 വയനാട്ടിലെ മാവിലാത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് എന്നാണ്? 1805 നവംബർ 30. ഇനി വേലുത്തമ്പിയും പാലിയത്തച്ഛനും പറഞ്ഞിരുന്നു. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, അതുപോലെ കൊച്ചിയിലെ പാലിയത്തച്ഛൻ. നമുക്ക് നോക്കാം. മലബാർ കൈവശപ്പെടുത്തിയ ശേഷം ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലും കൊച്ചിയിലും കൂടി തങ്ങളുടെ രാഷ്ട്രീയ വാണിജ്യ താൽപ്പര്യങ്ങൾ ഉറപ്പിക്കാൻ ശ്രമിച്ചു. 1800 കമ്പനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് പ്രസിഡന്റായി കേണൽ മെക്കാളയെ നിയമിച്ചു. 1800 കേണൽ മെക്കാളയെ ബ്രിട്ടീഷ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നു. നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളുടെയും നിയന്ത്രണം അദ്ദേഹം ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളുടെയും നിയന്ത്രണം ഇദ്ദേഹം ഏറ്റെടുത്തു. ആരേറ്റെടുത്തു? കേണൽ മെക്കാളെ ഏറ്റെടുത്തു. അതുകൊണ്ട് അങ്ങനെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെട്ടു. 1805 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുമായി സ്ഥായിയായ സൗഹൃദത്തിൻ്റെയും ആശ്രയത്വത്തിൻ്റെയും ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ഇത് ഫലമായി തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ചു. കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റ് നിർബന്ധം ചെലുത്തുകയും ഒപ്പം തന്നെ രാജ്യത്തിന് ഒരു വൻതുക നൽകേണ്ടിയിരുന്ന മാത്തു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു. ഇതെല്ലാം കമ്പനിക്കെതിരായി ഒരു സായുധ കലാപം സംഘടിപ്പിക്കുവാൻ വേലുത്തമ്പി ദളവയെ പ്രേരിപ്പിച്ചു. കേണൽ മെക്കാളയുടെ ഇടപെടലിനെതിരായി വികാരം പങ്കുവെച്ച കൊച്ചിയിലെ മുഖ്യമന്ത്രിയായ പാലിയത്തച്ഛനുമായി അദ്ദേഹം രഹസ്യധാരണയുണ്ടാക്കി. വേലുത്തമ്പി ദളവ രഹസ്യധാരണയുണ്ടാക്കി. അവർ കോഴിക്കോട് സാമൂതിരിയുമായിട്ടും അതുപോലെ മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായിട്ടും രഹസ്യമായി ആശയവിനിമയം നടത്തി. 1808 ഡിസംബറിൽ മെക്കാളയുടെ കൊച്ചിയിലെ ക്യാമ്പ് ഭവനം തദ്ദേശീയ സൈന്യം ആക്രമിച്ചു. എന്നാൽ റെസിഡന്റ് ഒരു കപ്പലിൽ കയറി രക്ഷപ്പെട്ടു.
കലാപം തുടരവേ 1809 ജനുവരിയിൽ മലയാള വർഷം 984 മകരം 1 കുണ്ടറയിലെത്തിയ വേലുത്തമ്പി ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിനായി അവരോട് ആവേശ ഉജ്ജ്വലമായിട്ടുള്ള ഒരു ആഹ്വാനം നടത്തി. അതാണ് കുണ്ടറ വിളംബരം. അപ്പോൾ മലയാള വർഷവും അതുപോലെ ഇംഗ്ലീഷ് വർഷവും ഓർത്തിരിക്കണം, കാരണം പുസ്തകത്തിൽ രണ്ടും പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1809 ജനുവരി എന്നുള്ളതും അതുപോലെ മലയാള വർഷം എന്നാണ് 984 മകരം 1 എന്നുള്ളതും ഓർത്തിരിക്കണം. അപ്പം ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കുണ്ടറ വിളംബരം നടത്തി. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തി. ഈ വിളംബരം ദക്ഷിണേന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ലായിട്ടുള്ള ഒരു രേഖയായിട്ടാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ചൻ വേലുത്തമ്പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു. പുതിയ ദളവയായ ഉമ്മിണിത്തമ്പി വേലുത്തമ്പിയെ പിടിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് മണ്ണടിയിൽ വേലുത്തമ്പി അഭയം തേടിയ ഭവനം തിരുവിതാംകൂറിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും സൈന്യം വളഞ്ഞു. ജീവനോടെ പിടിക്കുന്നത് മൂലമുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇനി നോക്കുന്നത് കുറിച്യ കലാപമാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടുഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത്. കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1812 മാർച്ചിലാണ് കലാപം ആരംഭിച്ചത്. കുറിച്യ കലാപം ആരംഭിച്ചത്. കലാപകാരികളുടെ നേതാവ് രാമനമ്പി അഥവാ രാമമൂപ്പനായിരുന്നു. 1812 മെയ് 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചു. 1812 മെയ് മാസത്തോടെ ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തുകയും ചെയ്തു. കുറിച്യ കലാപം ഒരു ഗോത്ര കലാപമായിരുന്നെങ്കിലും കൊളോണിയൽ ചൂഷണത്തിൻ്റെ ദുരിതം അനുഭവിച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനെ പിന്തുണച്ചു. ഇനി മാപ്പിള കലാപങ്ങൾ നോക്കാം. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെട്ട അക്രമാസക്തമായ കലാപങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് 19-ാം നൂറ്റാണ്ടിലെ മലബാർ സാക്ഷ്യം വഹിച്ചു. ഇത്തരം 50-ലധികം കലാപങ്ങൾ ദക്ഷിണ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മലബാറിലെ കാർഷിക പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ വില്യം ലോഗൻ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിൻ്റെ ഫലമായുണ്ടായ ദാരിദ്ര്യവും കാർഷിക അസംതൃപ്തിയുമാണ് കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായതെന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ മാപ്പിള കലാപങ്ങൾ അന്വേഷിച്ചത് ആരാണ്? വില്യം ലോഗനാണ്. അവസാനം ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തൽ നയത്തിൻ്റെയും പരിഷ്കരണ നടപടികളുടെയും ഫലമായി കലാപങ്ങൾ അവസാനിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ കലാപങ്ങൾ അടിച്ചമർത്തി. ഇത്തരം മാപ്പിള കലാപങ്ങളുടെ മൂർധന്യത്തിലായിരുന്നു 1921 മലബാർ കലാപം. അപ്പോൾ മലബാർ കലാപം എന്നാണ്, ഏത് വർഷമാണ്? 1921. അപ്പോൾ അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷനാണ്. ഇനി സാമൂഹിക പരിഷ്കരണമാണ്. വായിച്ച് ഞാൻ സമയം കളയുന്നില്ല. നമുക്ക് മെയിനായിട്ടുള്ള മെയിൻ പോയിന്റ്സ് മാത്രം ഇനി നോക്കിപ്പോകാം. ഇനി ചില സാമൂഹിക പരിഷ്കർത്താക്കളെക്കുറിച്ചാണ് നോക്കുന്നത്. ആദ്യം വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സമത്വ സമാജം. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ട്, അരുൾനൂല്, അഖിലത്തിരട്ട് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. അപ്പോൾ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഖിലത്തിരട്ട്, അരുൾനൂല്. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് വരുത്തിയത്? ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. അദ്ദേഹത്തിൻ്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്ന് അറിയപ്പെട്ടു. അപ്പോൾ അയ്യാവഴി ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെയാണ്. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി ദക്ഷിണേന്ത്യയിൽ. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാ പേരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു. ഇനി അടുത്തത് നോക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അപ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ്. പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി.
അപ്പോൾ ഇതിത്രയുമാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടും ഇരിക്കുന്ന കൃതികൾ. ബാക്കി കൃതികളൊന്ന് നോക്കിയാൽ മാത്രം മതി. ഇത് പക്ഷേ കാണാതെ പഠിച്ചോണം. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല. ആത്മോപദേശ ശതകം, ദൈവദർശനം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി. ഇത്രയും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇനി അദ്ദേഹം നടത്തിയ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. അപ്പോൾ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി 1888. അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന വചനം പറഞ്ഞു. പാശ്ചാത്യ വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാടനത്തിനായി നിലകൊണ്ടു. ഇനി അടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. 3 കൃതികളും മാറി മാറി ചോദിക്കുന്നതാണ്. പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. മാറിപ്പോകാതെ പഠിച്ചു വെച്ചോണം. ഇനി ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ. അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതമായ സാമൂഹിക ആചാരങ്ങളെയും എതിർത്തു. മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ ചെയ്തു. വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തക ആധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു. വേദങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമാണ് എന്നൊക്കെയുള്ള ചിന്തകൾ ഉണ്ടായിരുന്നല്ലോ, അതിനെയൊക്കെ അദ്ദേഹം വെല്ലുവിളിച്ചു. അപ്പോൾ ഇത്രയുമാണ് ചട്ടമ്പി സ്വാമികൾ. ഇനി അയ്യങ്കാളിയെ പറ്റി നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന യോഗം. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നത് ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പിക്കുന്നതിനും വേണ്ടി നിലകൊണ്ടു. അപ്പോൾ എന്തൊക്കെയാണ്? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം ഉറപ്പിക്കുന്നതിനും അദ്ദേഹം നിലകൊണ്ടു. ജാതി വ്യവസ്ഥയെ എതിർത്തു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സമരങ്ങൾ നയിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമാല സമരങ്ങൾ സംഘടിപ്പിച്ചു. കല്ലുമാല സമരം ആരാണ് സംഘടിപ്പിച്ചത്? അയ്യങ്കാളിയാണ് സംഘടിപ്പിക്കുന്നത്. ഇനി നോക്കുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ആരുടെയാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് സ്വദേശാഭിമാനി. അത് ഒരു പത്രമാണ്, സ്വദേശാഭിമാനി. അതിൻ്റെ പത്രാധിപരാണ് കെ രാമകൃഷ്ണ പിള്ള. പിന്നെ ഉള്ളത് എന്താണ്? അൽ ഇസ്ലാമാണ്. അദ്ദേഹത്തിൻ്റെ മാസികയാണ് അൽ ഇസ്ലാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മാസികയാണ് അൽ ഇസ്ലാം. അറബി മലയാളം മാസികയാണ്. അദ്ദേഹത്തിൻ്റെ മാസികയായ അൽ ഇസ്ലാം എന്ന് പറയുന്നത് അറബി മലയാളം മാസികയാണ്. ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ. ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു. പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പങ്കുവഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ചു. ഇനി അടുത്തത് നോക്കുന്നത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം. പ്രസിദ്ധീകരണങ്ങൾ നോക്കാം. അഭിനവ കേരളം അദ്ദേഹത്തിൻ്റെ മാസികയാണ് അഭിനവ കേരളം. ആത്മവിദ്യാകാഹളം പത്രികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാസംഘം, മാസിക അഭിനവ കേരളം, ആത്മവിദ്യാകാഹളം എന്നത് പത്രികയാണ്. ഇനി പരിഷ്കാരങ്ങൾ. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു. ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചു. ഇത്രയുമാണ് വാഗ്ഭടാനന്ദന്. വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനം ഏതാണ്? വാഗ്ഭടാനന്ദൻ്റെ പ്രസ്ഥാനം ഏതാണ്? ആത്മവിദ്യാസംഘമാണ്. അത് ഓർത്തിരിക്കുക. ഇനി മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ് ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ. ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ, ധ്യാനസല്ലാപങ്ങൾ, നാലാഗമങ്ങൾ. ഇതൊക്കെ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളാണ്.
പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സമൂഹത്തിലെ ദരിദ്രർക്കും അതുപോലെ വാർദ്ധക്യം ബാധിച്ചവർക്കുമായി അനാഥാലയങ്ങൾ സ്ഥാപിച്ചു. 1846 കോട്ടയത്തെ മാന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. അപ്പോൾ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ കോട്ടയത്ത് മാന്നാനത്ത് സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് എന്നാണ്? ഏത് വർഷമാണ്? 1846. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. അത് നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? നമ്പൂതിരി സ്ത്രീകളോടുള്ള, പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചു. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയോടും ചെറുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണം ഓർത്തിരിക്കുക. നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. ഇനി കുറേ സാമൂഹിക പരിഷ്കർത്താക്കന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇവരെ പറ്റിയെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അത് നോക്കുക, വായിച്ച് നോക്കുക. ഈ സ്ലൈഡ് അത്രയേ ഉള്ളൂ. അടുത്തത് നോക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടം. ഇതെന്ന് പറയുന്നത് കലാപങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പല കലാപങ്ങളാണ് ഇനി നോക്കുന്നത്. ആദ്യം നോക്കുന്നത് ചാന്നാർ കലാപമാണ്. സാമൂഹിക നീതി സംരക്ഷിക്കുന്നതിനായി നടന്ന ആദ്യ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ചാന്നാർ കലാപം. സമൂഹത്തിലെ സവർണ സ്ത്രീകൾക്കുണ്ടായിരുന്നതുപോലെ വസ്ത്രം ധരിക്കാനുള്ള അവകാശം അന്ന് ചാന്നാർ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല. കേണൽ മൺറോ ദിവാനായിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിക്കൊണ്ട് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ ഇതുകൊണ്ട് സംതൃപ്തരാകാതിരുന്ന ചാന്നാർ സമുദായ അംഗങ്ങൾ സവർണ സ്ത്രീകൾ ധരിക്കുന്നത് പോലെ മേൽമുണ്ടും കൂടി ധരിച്ച് പൊതുനിരത്തിൽ പ്രത്യക്ഷപ്പെടാനായിട്ട് തുടങ്ങി. തുടർന്ന് 1859 ജൂലൈ 26 വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് നിലനിന്ന എല്ലാ വിലക്കുകളും നിരോധിച്ചുകൊണ്ട് രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ മേൽമുണ്ട് ധരിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് ചാന്നാർ കലാപം എന്ന് പറയുന്നത്. ഡേറ്റ് ഓർത്തിരിക്കുക, 1859 ജൂലൈ 26. അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ്. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രധാന പ്രക്ഷോഭമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924-25 ആയിരുന്നു ഇത് നടന്നത്. വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി അവർണർക്ക് നടക്കുന്നതിനുള്ള അവകാശം നേടുക എന്നതായിരുന്നു ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ അവർണർക്ക് എന്താണ്? വൈക്കം ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിൽ കൂടി നടക്കുന്നതിന് ഉള്ള അവകാശത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കുക. പ്രധാനമായിട്ടും ടി.കെ. മാധവനാണ്. ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, അതുപോലെ CV കുഞ്ഞിരാമൻ, കെ. കേളപ്പൻ. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ഈ സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായിട്ട് അനുബന്ധിച്ച് നടന്നതാണ് സവർണ ജാഥ. അത് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. ഈ ജാഥയിലെ അംഗങ്ങൾ തിരുവനന്തപുരത്ത് വരികയും റാണിയായ സേതുലക്ഷ്മി ബായിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായ പൊതുജന അഭിപ്രായത്തെ സ്വാധീനിക്കുന്നതിന് സഹായകമായി. ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിൽ 1925 സത്യാഗ്രഹം വിജയകരമായി അവസാനിച്ചു. അപ്പോൾ ഗാന്ധിജി രണ്ടാമത് വരുന്ന 1920 ഗാന്ധിജി ആദ്യമായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നീട് രണ്ടാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് 1925 കേരളത്തിൽ വരുന്നത്. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് നയിക്കുന്ന 2 പാതകൾ ഒഴികെ ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളും എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി തുറന്നുകൊടുത്തു. ഇനി ഗുരുവായൂർ സത്യാഗ്രഹമാണ്. 1931-32 ഗുരുവായൂർ സത്യാഗ്രഹം കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായിരുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം വർഷം ഓർത്തിരിക്കുക, 1931-32. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം.
കോഴിക്കോട് സാമൂതിരിയുടെ അധീനതയിലായിരുന്ന ക്ഷേത്രം പൂർണ്ണമായും സവർണർക്കായി നിയന്ത്രിക്കപ്പെട്ടിരുന്നു. 1931 നവംബർ 1 കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. കെ കേളപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ചു. ഇതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് AK ഗോപാലനാണ്. തുടർന്ന് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം സത്യാഗ്രഹം അവസാനിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പൊതുജന അഭിപ്രായം ആരായുന്നതിനു വേണ്ടി പൊന്നാനി താലൂക്കിൽ പരിമിതമായ ജനഹിത പരിശോധന നടത്തി. ഈ ജനഹിത പരിശോധന അവർണർ ക്ഷേത്രപ്രവേശനം നടത്തുന്നതിന് ഭൂരിഭാഗം ജനങ്ങൾ അനുകൂലമാണെന്ന വസ്തുത വെളിപ്പെടുത്തി. എന്നാൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നേടുക എന്ന അടിയന്തര ലക്ഷ്യം നേടുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയപ്പെട്ടു. എന്നിരുന്നാലും എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം എന്ന പൊതുജന അഭിപ്രായം സംഘടിപ്പിക്കാൻ ഇതിന് കഴിഞ്ഞു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം പരാജയമായിരുന്നു, വൈക്കം സത്യാഗ്രഹം വിജയമായിരുന്നു. ആധുനിക കാലത്തെ അത്ഭുതം. തൻ്റെ രാജ്യത്തെ എല്ലാ ക്ഷേത്രങ്ങളും ജാതി വിവേചനം കൂടാതെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു നൽകിക്കൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 1936 നവംബർ 12 പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ വിജയത്തെ കുറിച്ചു. ഇന്ത്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ വിളംബരമായ ഇത് ഒരു ചരിത്രരേഖയായിരുന്നു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ചത് ആരാണ്? ചിത്തിര തിരുനാളാണ്. ഡേറ്റ് ഓർത്തിരിക്കുക, 1936 നവംബർ 12. ഈ വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഇത് കേരള സമൂഹത്തിൽ നിശബ്ദവും രക്തരഹിതവുമായ ഒരു വിപ്ലവം കൊണ്ടുവന്നു. അവർണർക്ക് തങ്ങളുടെ രാജ്യങ്ങളിലെ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് കൊച്ചിയിലെയും മലബാറിലെയും ഭരണകൂടങ്ങൾ സമാനമായ നിയമങ്ങൾ നടപ്പിലാക്കി. അടുത്തത് പാലിയം സത്യാഗ്രഹമാണ്. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാന പ്രക്ഷോഭമായിരുന്നു. കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണരുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണരുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കൊച്ചിയിലെ മുൻ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ പാലിയം കുടുംബത്തെ നിർബന്ധിക്കുന്നതിനായി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായി ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. C. കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം 1947 ഡിസംബർ 4 ആരംഭിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിക്കുകയും ചെയ്തു. 1948 ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. അപ്പോൾ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടതാരാണ്? AG വേലായുധനാണ്. 1947 ഡിസംബർ 4 സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഇതിന് നേതൃത്വം കൊടുത്തത് C. കേശവനാണ്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് C. കേശവനാണ്. 1948 ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. തുടർന്ന് അവർണർക്കും ഹിന്ദുക്കൾക്കും പാലിയം റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചു. ഇനി അടുത്തത് ദേശീയ പ്രസ്ഥാനമാണ്, നാഷണൽ മൂവ്മെൻ്റ് ആണ് നോക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ദുർബലമായിരുന്നു. C. ശങ്കരൻ നായർ, G.P. പിള്ള എന്നിവരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രമുഖ നേതാക്കൾ. 1897 നടന്ന INCയുടെ അമരാവതി സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത് C. ശങ്കരൻ നായർ ആയിരുന്നു. അപ്പോൾ INCയുടെ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന മലയാളി ആരാണ്? C. ശങ്കരൻ നായരാണ്. ഏത് സമ്മേളനമാണ്? അമരാവതി സമ്മേളനത്തിലാണ്. 1897 അമരാവതി സമ്മേളനം നടക്കുന്നത്. ദേശീയ പ്രസ്ഥാനം കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉള്ളതിനേക്കാൾ മലബാറിൽ ശക്തമായിരുന്നു. അപ്പോൾ കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉള്ളതിനേക്കാളും ശക്തമായിരുന്നു മലബാറിൽ ദേശീയ പ്രസ്ഥാനം. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിലും കൊച്ചിയും
തിരുവിതാംകൂറും രാജാക്കന്മാർ ഭരിച്ചിരുന്ന നാട്ടുരാജ്യങ്ങളും ആയിരുന്നത് ആണ് ഇതിന് കാരണം എന്ന് പറയുന്നത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചില പ്രധാന സംഭവങ്ങൾ ഒരു പട്ടികയാക്കി തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ആദ്യം നോക്കുന്നത് കൊച്ചിയിലേതാണ്. 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നു. കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് 1921 എന്താണ്? കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് 1921. അടുത്തത് നോക്കുന്നത് 1936 എന്താണ്? വൈദ്യുതി പ്രക്ഷോഭം ഉണ്ടാകുന്നു. 1936 വൈദ്യുതി പ്രക്ഷോഭം ഉണ്ടാകുന്നു. തൃശ്ശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ദിവാൻ ഷൺമുഖം ചെട്ടിയുടെ തീരുമാനത്തിന് എതിരായിട്ട് തൃശ്ശൂരിൽ നടന്നതാണ് വൈദ്യുതി പ്രക്ഷോഭം. അടുത്തത് നോക്കുന്നത് 1942 പ്രജാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം വരുന്നു. 1942 1946 കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രജാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടക്കുന്നു. കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭം നടക്കുന്നത് 1946. ഇനി 1948 ഈ ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി. കൊച്ചിയിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രജാമണ്ഡല മന്ത്രിസഭ അങ്ങനെ വരുന്നു. പ്രജാമണ്ഡലം ഔപചാരികമായി INCയിൽ ലയിച്ചു. ഔപചാരികമായിട്ട് INCയിൽ ലയിക്കുന്നത് 1948. അടുത്തത് 1930 സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം വരുന്നു. 1941 VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം നിലവിൽ വരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വരുന്നത് 1941. ആരുടെ അധ്യക്ഷതയിലാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വരുന്നത്. അടുത്തത് നോക്കുന്നത് മലബാറിലെ സംഭവങ്ങളാണ്. 1920 എന്ത് സംഭവിച്ചു? കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും 1920. കുടിയായ്മ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1920. മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം നടക്കുന്നത് 1920. അതെന്താണ് ആവശ്യപ്പെട്ടത്? മഞ്ചേരി രാഷ്ട്രീയ സമ്മേളനം എന്താണ് ആവശ്യപ്പെട്ടത്? കുടിയായ്മ പരിഷ്കാരങ്ങളാണ്. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനവും ഖിലാഫത്ത് പ്രസ്ഥാനവും ഒക്കെ 1920. 1921 T പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ ഒറ്റപ്പാലത്ത് വെച്ച് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടക്കുന്നു. ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം എവിടെയാണ് നടക്കുന്നത്? ഒറ്റപ്പാലത്താണ്. ആദ്യമായിട്ട് നടക്കുന്ന ഒറ്റപ്പാലത്താണ്. അതിൻ്റെ അധ്യക്ഷത വഹിച്ചത് T പ്രകാശമാണ്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്ന T പ്രകാശമാണ് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, ആലി മുസലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാർ കലാപം. അപ്പോൾ മലബാർ കലാപത്തിന് നേതൃത്വം വഹിച്ചത് ആരൊക്കെയാണ്? വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, ആലി മുസലിയാർ. ഇവരുടെ നേതൃത്വത്തിലാണ് മലബാർ കലാപം നടക്കുന്നത്. അത് 1921 നടക്കുന്നത്. 90 മാപ്പിള കലാപകാരികളിൽ 61 പേർ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോയ അടച്ചു പൂട്ടിയ ഗുഡ്സ് വാഗണിൽ യാത്രാമധ്യേ ശ്വാസം മുട്ടി മരണപ്പെടുന്നുണ്ട്. ഇത് വാഗൺ ദുരന്തം എന്നറിയപ്പെടുന്നു. അതും വാഗൺ ദുരന്തം നടക്കുന്നത് 1921. മാപ്പിള കലാപത്തോട് അനുബന്ധിച്ചാണ് വാഗൺ ട്രാജഡി നടക്കുന്നത്. ഇനി 1930 എന്താണ്? ഉപ്പു സത്യാഗ്രഹം നടക്കുന്നുണ്ട്. കെ കേളപ്പൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ,
പി കൃഷ്ണപിള്ള, ആർ വി ശർമ്മ തുടങ്ങിയവർ നയിച്ച ഉപ്പു സത്യാഗ്രഹം നടക്കുന്നത് 1930-ലാണ്. 1936-ൽ കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടക്കുന്നുണ്ട്. പട്ടിണി ജാഥ നടക്കുന്നത് കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെയാണ്. അത് നടക്കുന്നത് ഏത് വർഷമാണ്? 1936-ലാണ്. 1936-ലാണ് എന്ത് നടക്കുന്നത്? പട്ടിണി ജാഥ നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? എ കെ ഗോപാലനാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നടന്നത്. ഇനി 1942 നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. പിന്നെന്താണ് നടന്നത്? കീഴരിയൂർ ബോംബ് കേസ്. ഇതൊക്കെ എന്താണ്? 1942-ലാണ്. അപ്പം എന്താണ് കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ 1942-ലാണത് നടക്കുന്നത്. അടുത്തത് പൂക്കോട്ടൂർ യുദ്ധമാണ് നോക്കുന്നത്. മലബാർ കലാപകാലത്തെ ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായ ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് 1921 ഓഗസ്റ്റിൽ പൂക്കോട്ടൂരിൽ ആയിരുന്നു. ഏകദേശം 3000 കലാപകാരികൾ ഇതിൽ പങ്കെടുത്തു. ഈ കലാപം വളരെ ശക്തമായതിനാൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന തോമസ് കലാപത്തെ അടിച്ചമർത്താൻ കൂടുതൽ സൈനിക സഹായം മദ്രാസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോമസ് എന്ന യുദ്ധക്കപ്പലിന് കോഴിക്കോട് തുറമുഖത്തെത്താൻ ആവശ്യമായ ഏർപ്പാടുകൾ ചെയ്തിരുന്നു. യുദ്ധക്കപ്പലിൻ്റെ സാന്നിധ്യം കലാപകാരികളെ ഭയപ്പെടുത്തും എന്ന പ്രതീക്ഷയിലാണ് ഇങ്ങനെ ചെയ്തത്. 100 കണക്കിന് കലാപകാരികൾ ഇതിൽ കൊല്ലപ്പെടുന്നു. ഇതാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. മലബാർ കലാപകാലത്ത് ആദ്യത്തെ ആസൂത്രിതവും നേരിട്ടുള്ളതുമായിട്ടുള്ള ആക്രമണമാണ് പൂക്കോട്ടൂർ യുദ്ധം. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ കൊച്ചി അതുപോലെ മലബാർ പ്രധാന സംഭവങ്ങൾ നോക്കി. തിരുവിതാംകൂർ നോക്കിയില്ല. തിരുവിതാംകൂറിലെ ഇനി അടുത്തത് 1927 എന്ത് പറ്റി? ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം നടക്കുന്നു. ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടക്കുന്ന 1927-ലാണ്. അതുപോലെ 1929 ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളുടെ ജനകീയ സമ്മേളനം നടക്കുന്നുണ്ട്. 1932 സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ് എന്നിവരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. നിവർത്തന പ്രക്ഷോഭം ഏതാണ് വർഷം? 1932-ആണ്. ആരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത്? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. അപ്പോൾ ചോദിക്കാം നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടത് ആരൊക്കെ എന്നൊക്കെ. അപ്പോൾ ആരൊക്കെയാണ്? സി കേശവൻ, ടി എം വർഗീസ്, എൻ വി ജോസഫ്, പി കെ കുഞ്ഞ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിക്കപ്പെട്ടത്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ശ്രീമൂലം പ്രജാസഭയിലേക്ക് സ്വത്തടിസ്ഥാനത്തിന് പകരം എന്താണ്? ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വോട്ടവകാശം ആവശ്യപ്പെട്ടായിരുന്നു സമരം സംഘടിപ്പിച്ചത്. ഇനി 1938 ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് പട്ടം എ താണുപിള്ള ആദ്യ പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് എന്തിനാണ് രൂപീകരിക്കപ്പെട്ടത്? ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ടാണ്. ആരായിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്? പട്ടം എ താണുപിള്ളയായിരുന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1938-ലാണ്. അതുപോലെ 1938-ലാണ് രാജ്യമൊട്ടാകെ സിവിൽ നിയമലംഘനം സമരം നടക്കുന്നത്. അക്കാമ ചെറിയാൻ നയിച്ച സ്റ്റേറ്റ് കോൺഗ്രസ് ആക്ഷൻ കൗൺസിലിൻ്റെ വമ്പിച്ച പ്രകടനം തിരുവനന്തപുരത്ത് നടക്കുന്നതും 1938-ലാണ്. ഉത്തരവാദ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു. ഉത്തരവാദ ഭരണകൂടം എന്നാൽ എന്താണ്? ജനങ്ങളുടെ ആഗ്രഹത്തെ മാനിക്കുന്ന ഭരണകൂടമാണ് ഉത്തരവാദ ഭരണകൂടം. ഇനി ജനകീയ സമരങ്ങൾ നോക്കാം. പോപ്പുലർ സ്ട്രഗിൾസ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത തൊഴിലാളികളുടെയും കർഷകരുടെയും സജീവ പങ്കാളിത്തമായിരുന്നു. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ നേതാക്കളാണ് കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത്. 1930-കളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയവും കേരളത്തിൽ വേരുറപ്പിക്കാൻ തുടങ്ങി. കോൺഗ്രസ് സോഷ്യലിസ്റ്റുകൾ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ വിഭാഗം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് ലഭിച്ച പ്രചാരം ചില ജനകീയ സമരങ്ങൾക്ക് വഴിയൊരുക്കി.
1941 കയ്യൂർ സമരവും 1946 പുന്നപ്ര വയലാർ സമരവും ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാന സമരങ്ങളാണ്. അപ്പോൾ കയ്യൂർ സമരം എന്നാണ് 1941 1946 പുന്നപ്ര വയലാർ സമരം. മലബാറിലെ തൊഴിലാളികളും കർഷകരും 1940 സെപ്റ്റംബർ 15 അടിച്ചമർത്തൽ വിരുദ്ധ ദിനമായിട്ട് സംഘടിപ്പിച്ചു. അപ്പോൾ മലബാറിലെ തൊഴിലാളികളും കർഷകരും അടിച്ചമർത്തൽ വിരുദ്ധ ദിനമായിട്ട് സംഘടിപ്പിച്ചത് ഏത് ദിവസമാണ്? 1940 സെപ്റ്റംബർ 15 കണ്ണൂരിലെ മൊറഴയിൽ നടന്ന കർഷക സമ്മേളനത്തിൻ്റെ നേർക്കുണ്ടായ പോലീസ് നടപടി കലാപത്തിലേക്ക് നയിക്കുകയും ഇതിനെ സർക്കാർ ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. കർഷകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് കീഴിൽ സംഘടിച്ചു. പ്രാദേശിക ജനക്കൂട്ടവും പോലീസും തമ്മിൽ നടന്ന തുറന്ന പോരാട്ടത്തിൽ 1941 മാർച്ച് 28 കയ്യൂരിൽ വെച്ച് ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായ 4 യുവ കർഷകർ അറസ്റ്റ് ചെയ്യപ്പെടുകയും 1943 മാർച്ച് 29 ഇവരെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തു. അപ്പോൾ കയ്യൂർ സമരത്തെ പറ്റിയാണ് പറഞ്ഞത്. 1941 കയ്യൂർ സമരം നടക്കുന്നത്. ഇനി 1946 ഒക്ടോബറിൽ ആലപ്പുഴ നഗരത്തിലെ വ്യാവസായിക തൊഴിലാളികൾ, പുന്നപ്രയിലെ മത്സ്യത്തൊഴിലാളികൾ, വയലാറിലെ കുടിയാന്മാർ തുടങ്ങിയവർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തുകയും പോലീസുമായി ശക്തമായി ഏറ്റുമുട്ടുകയും ചെയ്തു. തുടർന്ന് നടന്ന പോലീസ് വെടിവയ്പ്പിൽ ഏകദേശം 150ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ജനങ്ങളുടെ ജീവത്യാഗവും രക്തസാക്ഷിത്വവും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ശക്തമായ അടിത്തറ പാകി. പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയാണ് പറഞ്ഞത്. 1946 പുന്നപ്ര വയലാർ സമരം. ഇനി ഐക്യ കേരളമാണ്. കേരളം നിലവിൽ വന്നതിനെ പറ്റിയാണ് പറയുന്നത്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക ഉദ്ഗ്രഥനത്തിൽ മലയാള ഭാഷ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിച്ചു. ഭാഷയെയും അതുപോലെ പ്രദേശത്തെയും അടിസ്ഥാനമാക്കിയുള്ള മലയാളി സ്വത്വബോധത്തിൻ്റെ വേരുകൾ CE 14 നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമായ ലീലാതിലകത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും. ഇത് ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമേതാണ്? വ്യാകരണ ഗ്രന്ഥമേതാണ്? ലീലാതിലകമാണ്. എന്നാൽ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചരണത്തോടെയാണ് ഒരു പൊതുഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള ഒരുതരം പ്രാദേശിക ബോധം 19 നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ കേരളത്തിൽ ആവിർഭവിച്ച് തുടങ്ങിയത്. അച്ചടി വിദ്യയുടെ കടന്നുവരവും പ്രാദേശിക ഭാഷാ വർത്തമാന പത്രങ്ങളുടെ സ്ഥാപനവും ഈ ഉപദേശീയ വികാരം വളർത്തിയതിൽ പ്രധാന ഘടകങ്ങളായിരുന്നു. തിരുവിതാംകൂറിലെ ഭരണരംഗത്ത് പുറത്തുനിന്നുള്ളവരെ നിയമിക്കുന്നതിനെതിരായിട്ട് 1028 പേർ ഒപ്പിട്ട് 1891 തയ്യാറാക്കിയ മലയാളി മെമ്മോറിയൽ. അപ്പോൾ ഓർക്കുക, മലയാളി മെമ്മോറിയൽ 1028 പേർ ഒപ്പിട്ടതാണ്. 1891 തയ്യാറാക്കിയത്. മലയാളി മെമ്മോറിയൽ എന്തിനായിരുന്നു? തിരുവിതാംകൂറിലെ ഭരണരംഗത്ത് പുറത്തുനിന്നുള്ളവരെ നിയമിക്കുന്നതിനെതിരായിട്ട് ഒപ്പിട്ട് നൽകിയ നിവേദനമായിരുന്നു. അപ്പോൾ പുറത്ത് വിദേശികളെ നിയമിക്കുന്നതിന് എതിരായിട്ട് ഒപ്പിട്ട് നൽകിയ നിവേദനമായതുകൊണ്ട് എന്താണ്? ഈ ഒരു മലയാളി എന്നൊരു ബോധത്തിൻ്റെ അടയാളമായിരുന്നു മലയാളി മെമ്മോറിയൽ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ദേശീയ പ്രസ്ഥാനത്തോടു കൂടിയാണ് ഒരു മലയാളി സ്വത്വബോധം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെയുള്ള അതിരുകൾ ഭേദിച്ച് കേരളത്തിലുടനീളം വ്യാപിച്ചു തുടങ്ങിയത്. ഭാഷാ അടിസ്ഥാനത്തിൽ 1921 നിലവിൽ വന്ന കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി, 1921 കേരള പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റി മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ 1921 ഒറ്റപ്പാലത്ത് വെച്ച് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നു. നമ്മൾ ഇതൊക്കെ നോക്കിയതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് ആദ്യത്തെ അഖില കേരള പ്രവിശ്യ സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തിലാണ് ആദ്യമായി മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്തത്. ഉപദേശീയതയ്ക്ക് വേണ്ടിയുള്ള ഈ ഉദ്വേഗം
EMS നമ്പൂതിരിപ്പാട് രചിച്ച 1.25 കോടി മലയാളികൾ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പ്രതിഫലിച്ചു. 1947 ഏപ്രിലിൽ തൃശ്ശൂരിൽ കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഐക്യ കേരള സമ്മേളനം ഐക്യ കേരളത്തിൻ്റെ രൂപീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. അപ്പോൾ ഐക്യ കേരള സമ്മേളനം എന്ത് ചെയ്തു? ഐക്യ കേരളത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രമേയം പാസാക്കി. ഐക്യ കേരള സമ്മേളനം അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പനാണ്. 1947 ഏപ്രിലിൽ തൃശ്ശൂരിലാണ് ഈ ഐക്യ കേരള സമ്മേളനം നടക്കുന്നത്. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ലയിച്ച് തിരുക്കൊച്ചി എന്ന പുതിയ രാജ്യം രൂപം കൊണ്ടു. അപ്പോൾ തിരുക്കൊച്ചി രൂപീകരിച്ചത് ഏതു വർഷമാണ്? 1949 ജൂലൈ 1 കേരള സംസ്ഥാന രൂപീകരണം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള ഒരു പ്രധാന കാൽവയ്പായിരുന്നു എന്ത്? തിരുക്കൊച്ചി രൂപീകരണം. പിന്നീട് സെയ്ദ് ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവ ഉൾക്കൊള്ളിച്ച് കേരള സംസ്ഥാനം രൂപീകരിക്കാൻ നിർദ്ദേശം നൽകി. അങ്ങനെ 1956 നവംബർ 1 കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നു. സിലബസിൽ കൊടുത്തിട്ടുള്ള കേരള ചരിത്രം പൂർണ്ണമായും എടുത്തിട്ടുണ്ട്. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.